നന്ദി ഏജന്റ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2025 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരൻ ഡോക്ടർ KP മധുസൂദന പണിക്കർ സാറാണ്. റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, ഹോമിയോപ്പതി വകുപ്പ്, കേരള. ചീഫ് ഫിസിഷ്യൻ, SN ഹോമിയോ ആശുപത്രി, കാട്ടൂർ, കലവൂർ, ആലപ്പുഴ. പൊതുജന ബോധവൽക്കരണ ക്ലാസുകളും മെഡിക്കൽ ക്യാമ്പുകളും എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ നടത്തുന്ന ലീഡർ. വിവിധ സംഘടനകളുടെ വേദികളിൽ ക്ലാസുകൾ എടുത്തിട്ടുള്ള പ്രമുഖനായ ഡോക്ടർ. 42 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. ഹോമിയോപ്പതിക് ഡയൂററ്റിക്സ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ KP മധുസൂദന പണിക്കർ സാറിനെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. നമസ്കാരം. കാണാവോ? സ്ക്രീൻ കാണാവോ? കാണാം സാർ. കാണാമല്ലോ അല്ലേ? ഓക്കെ. നമ്മൾ കഴിഞ്ഞ അപ്പൊ സൈറ്റില് ഒരു അപ്രോച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഡയോട്ടിക് അവര് കൊടുക്കുകയും പതോളജി കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അനിലാസ്, ഇലാക്ട്രോൺ ലാസിക്സ്, അങ്ങനെയുള്ള കുറച്ച് ഉള്ള മെഡിസിൻസ് ആണ് ട്രൈ ചെയ്യുന്നത്. 3 ടൈംസും 2 ടൈംസും ഒക്കെ കൊടുക്കും. ചിലത് യൂറിയ ക്രിയേറ്റിനൊക്കെ കൂടുതലുള്ളവരിലാണെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്തിട്ട് കൊടുക്കും. അപ്പൊ പലപ്പോഴും അവർക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്തിട്ട് എനിക്ക് അനുഭവം കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും റെയർ മെഡിസിനുമാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ കോമൺ എപ്പിസ്, അസറ്റിക് ആസിഡ്, അഡോണിസ്ബെർ, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ കുറെ കൂടെ എഫക്റ്റീവായിട്ട് ആ പർപ്പസ് സേവ് ചെയ്യാൻ ഹോസ്പിറ്റൽ മെഡിസിനോട് നമുക്ക് ട്രൈ ചെയ്യാവുന്ന വളരെ സേഫും എഫക്റ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആണ് നമ്മൾ കണ്ടുപിടിച്ച് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. കാര്യം ഒരു മാസം നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയില്ലെങ്കിൽ പോലും തിരിച്ചു വരുമ്പോൾ അവരുടെ ഇടിമയൊക്കെ മാറി യൂറിയ ക്രിയേഷൻ ദോഷം വരാതെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അസൈറ്റിസും പ്ലൂറസീവിയത്ത് എഫ്യൂഷനും കാർഡിയാക് കോംപ്ലിക്കേഷൻ ഉള്ള ഏജ്ഡ് ആയിട്ടുള്ളവരിൽ പ്രൊലോങ്ഡ് ആയിട്ട് മോഡേൺ മെഡിസിൻ കഴിച്ചിട്ട് അവസാന സ്റ്റേജിൽ വരുന്ന കാർഡിയോപൾമിനറി ഇൻകോംപിറ്റൻസിലൊക്കെ ഈ മെഡിസിന്റെ ഉപയോഗം വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ട് നമുക്ക് രാത്രിയൊക്കെ ഉള്ള ഉന്മിഷ്ടങ്ങളിൽ പിന്നെ ഒരു കാർഡിയാക് കൺസൾട്ടേഷൻ, പലപ്പോഴും നമ്മൾ കൺസൾട്ടേഷൻ വിട്ടിട്ടുണ്ട്. ചില പേഷ്യൻസ് രാത്രി ശ്വാസം മുട്ടൽ കുറയാതെ മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ അവരെന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ തിരക്കിയപ്പോൾ ഒക്കെ അറിഞ്ഞത് എല്ലാവരും ലാസിക്സ് പോലുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. അതിനൊരു ഹോമിയോപ്പതിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തിയ കുറെ കാര്യങ്ങളാണിത്. അതിൽ ഏറ്റവും നല്ലത് അക്വണേറ്റം ഫെറോക്സ്. നമുക്കറിയാം അക്വണേറ്റത്തിന്റെ പക്ഷെ നാക്കിനേക്കാൾ വളരെ ശക്തമായിട്ടാണ് ഉള്ള ഒരു ആക്ഷനുള്ള സാധനമാണ് അക്വണേറ്റം ഫെറോക്സ്. മോർ വയലന്റ് ഇൻ ആക്ഷൻ ദാൻ അക്വണേറ്റ്, മോർ ഡയൂറിക് ആൻഡ് ലെസ് ആന്റിപൈറിക്. അപ്പൊ ഒരു ഫീവറുള്ള നമ്മളിപ്പോ എപ്പിസ് ഒക്കെ കൊടുക്കുന്നു. എപ്പിസിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താണ്? ഫീവറിൽ ഇഡിമ വിത്ത് തേസ്റ്റ്ലെസ് അനോറിയ. അത് മാത്രമല്ല, ഫീവറിൽ ഹൈ ഫീവർ ഉണ്ടാകും, പക്ഷെ ഉണ്ടെങ്കിൽ പോലും എക്സ്ട്രീം ഹോട്ടാണ്. നോ സ്വെറ്റ് ഇൻ അറ്റ് എനി പ്രോസസ്സിൽ സ്വെറ്റ് ഇല്ല. അതാണ് എപ്പിസിന്റെ ഒരു. പക്ഷേ യൂറിൻ ഔട്ട്പുട്ട് കൂട്ടും, നീ കുറയ്ക്കും. പക്ഷെ ഒരു ഫെബ്രൈൽ കണ്ടീഷനുള്ള ഒരു ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഓഫ് ഡിസീസിൽ നമ്മൾ ഡിസീസിൽ ഫെറോക്സ് ഗുണകരമല്ല, കൊടുത്തിട്ട് പ്രയോജനമില്ലെന്ന. യൂസ്ഫുൾ ഇൻ കാർഡിയാക് ഡിസ്നേഴ്സ്. അപ്പം ഗൗട്ട് കൊണ്ടുള്ള നീര് വരുമ്പോൾ
ഡിസ്നിയ വരുമ്പോൾ, നൊറാൾജിയ വരുമ്പോൾ, ഗൗട്ടിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് പ്ലൂറതി വിത്ത് എഫ്യൂഷൻ, ഗൗട്ടി പേഷ്യൻസ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ, റുമാറ്റിക് ആർത്രൈറ്റിസിൽ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻസും കൂടെ അതിന്റെ കൂടെ വരികയും അതുപോലെ തന്നെ കാർഡിയ കോംപ്ലിക്കേഷൻ ഉള്ള നമ്മുടെ ASO കൂടിയിട്ടുള്ള എൻഡോകാർഡൈറ്റിസ് ഒക്കെ ഉള്ള കേസ് ശ്വാസം മുട്ടലായിരിക്കും, നമുക്കല്ലാതെ ഇടിമ ആയിരിക്കല്ലേ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ലങ്ങിന്റെ പോസ്റ്റർ സൈഡിൽ താഴെ നമ്മൾ സ്റ്റെത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഫ്ലൂയിഡ് റിമൈൻ ചെയ്യുന്നുള്ള പോയിന്റ്സ് നമുക്ക് കേൾക്കാൻ പറ്റും. അത് വെച്ച് നമുക്ക് ഫ്ലൂയിഡ് സെഡിമെന്റേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതില് നമുക്ക് അപ്പണേറ്റം വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഓർത്തോപീനിയ മസ്റ്റ് സിറ്റ് അപ്പ് വിത്ത് ആങ്സൈറ്റി ആൻഡ് സഫോക്കേഷൻ വിത്ത് റെസ്പിറേഷൻ. അപ്പം ഓർത്തോപീനിയ മീൻസ് സാധാരണ നമ്മുടെ ഡിസ്നിയ അഗ്രവേറ്റ് ചെയ്യുന്നത് എക്സേഷനില്ല, പക്ഷെ ഇത് ഡ്യൂറിങ് സ്ലീപ്പ് കാർഡിയക് ഡിസ്നിയ വന്നിട്ട് എഴുന്നേറ്റിരുന്ന് മാത്രമേ അവർക്ക് ശ്വാസം കിട്ടത്തുള്ളൂ. ഇറ്റ് ഈസ് ഓർത്തോപീനിയ. അപ്പൊ അതിൻ്റെ കൂടെ ആങ്സൈറ്റിയും സഫോക്കേഷനും ഒന്നിച്ചു വരുവാണെങ്കിൽ റേഡിയം ബ്രോമൈഡിൽ അത് പറയുന്നുണ്ട്. വിത്ത് റാപ്പിഡ് റെസ്പിറേഷൻ സഫോക്കേഷൻ റെസ്പിറേറ്ററി മസിൽസ് ആർ പാരലൈസ്ഡ്. അപ്പൊ പലപ്പോഴും നമ്മൾ അക്കോണൈറ്റ് ഫെറോക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കൺജക്ഷൻ ഓഫ് ലങ് വന്നിട്ട് കാർഡിയ കോംപ്ലിക്കേഷൻ. അപ്പം സ്വാഭാവികമായിട്ടും വലിയ കോംപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ പോലും ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, ഹൈപ്പർ ടെൻഷൻ, പ്രൊലോങ്ഡ് യൂസ് ഓഫ് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് ഉള്ളവരില് ക്യാൻസറിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം. ഈ പാരാലിസിസ് ഓഫ് ലങ് ടിഷ്യൂസ്, ഫൈബ്രോസിസ് അഡ്വാൻസ്ഡ് ആകുമ്പോൾ വരാം, കൺസോളിഡേഷൻ ഓഫ് ലങ് വരാം, ബുള്ളറ്റ് അപ്പിയറൻസ് എന്നൊക്കെ പറഞ്ഞ് സ്കാനിൽ കിട്ടുന്ന പല പ്രോസസ്സിലും ഒരു അക്യൂട്ട് ജലദോഷം വന്നിട്ട് അതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് സഫോക്കേഷൻ രാത്രി വന്നാൽ പാരാലിസിസ് റെസ്പിറേറ്ററി ആക്ഷൻ, ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ ഡിഫിക്കൽറ്റി വന്നിട്ടുള്ള സഫോക്കേഷനിൽ അക്കോണേറ്റം ഫെറോക്സ് 5 ഡ്രോപ്സ് 30 വാട്ടറിൽ ചേർത്ത് 10 ഡ്രോപ്സ് ഇൻ 30 വാട്ടർ എവറി 2 hourൽ, ഒരു ഹാഫ് hourൽ, ഒരു 1 hourൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ രാത്രി അവർക്ക് സുഖമായിട്ട് ആശ്വസിച്ചുറങ്ങാൻ പറ്റും. അപ്പൊ കുറെ നാളായിട്ട് വലിച്ചിരുന്നവർക്ക് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് മെഡിസിൻ കൊടുത്ത് റെഡിയാക്കുന്നവരെ നമുക്ക് അക്കോണേറ്റം ഫെറോക്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഒത്തിരി കോംപ്ലിക്കേഷൻ ഉള്ളവരാണെങ്കിൽ വേറെ മെഡിസിൻ നമ്മൾ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മെഡിസിൻ ആന്റിബയോട്ടിക്സും കൂടെയാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. ഫർദർ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യും. പിന്നെ സൈഡ് നോക്കി, റിലേഷൻഷിപ്പ് നോക്കി, കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി, ലൈക്കോപോഡിയോ, കാലികാർബോ, കാലിയായിട്ടോ, ആന്റിയാഴ്സോ ഒക്കെ നമ്മളതിന് മയാസ്മാറ്റിക് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനുകൾ കൊടുക്കുമ്പോൾ വളരെ പേഷ്യൻസിന് നമുക്ക് ശ്വാസം മുട്ടലിൽ നിന്ന് കുറക്കാനും സഹായിക്കാനും നമുക്ക് സാധിക്കും. ചൈനീസ് സ്റ്റോക്ക് റെസ്പിറേഷൻ, പീരിയോഡിക് ഹൈപ്പോപീനിയ, ഹൈപ്പോപീനിയ, ഡിപ്നീയ, ഇത് മൂന്നും കൂടെ കണ്ടീഷനാണ് ചൈനീസ് സ്റ്റോക്ക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അത് ഈ അക്കോണേറ്റം ഫെറോക്സിന്റെ അപ്പൊ സ്വാഭാവികമായിട്ടും ക്രോണിക് ഇത്തരം കേസസിൽ അത് പൾമനോളജിസ്റ്റ് ഡയഗ്നോസ് ചെയ്തിട്ട് ഈ റെസ്പിറേഷൻ വിശേഷിപ്പിച്ച് നമുക്ക് കിട്ടും. നമുക്ക് ഇത്രയും ഡെപ്തിൽ അത് പഠിച്ചെടുത്തിട്ട് ഡയഗ്നോസ് ചെയ്യാനുള്ള വിഷമങ്ങൾ നമുക്കുണ്ടാകും. പക്ഷെ പലപ്പോഴും നമുക്ക് ടിപ്പിക്കൽസോ ചൈനീസ് സ്റ്റോക്ക് റെസ്പിറേഷൻ നമുക്ക് എഴുതി കിട്ടുവാണെങ്കിൽ അക്കോണേറ്റം ഫെറോക്സിനെ പറ്റി ചിന്തിക്കാൻ കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഇൻഡിക്കേഷൻ പീരിയോഡിക് ഹൈപ്പർപീനിയ, ഹൈപ്പോപീനിയ ആൻഡ് അപ്പീനിയ. അപ്പൊ ഇത് മൂന്നും കൂടെ വരും. ഹൈപ്പോക്സിയ ആൻഡ് ഹൈപ്പോക്സിയ വിത്ത് ഹൈപ്പോപെർഫ്യൂഷൻ ഓഫ് ബ്രെയിൻ ഡ്യൂ ടു റെസ്പിറേറ്ററി സെൻട്രൽ ഫെയിലുവർ. ഇപ്പൊ റെസ്പിറേറ്ററി സെൻട്രൽ ഫെയിലുവർ കൊണ്ടിട്ട് ബ്രെയിൻ വാസ്കുലാരിറ്റി കുറഞ്ഞ് ഹൈപ്പർ പെർഫ്യൂഷൻ ഉണ്ടായിട്ട് ബോധക്കേടുണ്ടായിട്ട് കോമ സ്റ്റേജിൽ പോലും അക്കോണേറ്റം ഫെറോക്സിന് വളരെ നല്ല ആക്ഷൻ ഉണ്ട്. ഈ കേസൊക്കെ നമുക്ക് IP ഉള്ളത് കൊണ്ട് ഒക്കേഷണലായിട്ട് കിട്ടുമ്പോൾ ഒരു ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന നിലക്ക് ടെർമിനൽ സ്റ്റേജിൽ നമുക്ക് യൂസ് ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾക്ക് സൗകര്യം ഉള്ളത് കൊണ്ട് എനിക്ക് അത്രയും കേസ് കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു ചോയ്സ് എന്ന് പറഞ്ഞ് മറ്റവരുടെ മെഡിസിനും കൂടെ കൊടുത്താലും നല്ല ഗുണം കിട്ടുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്.
പിന്നെ അടുത്തത് ആസ്പിഡോസ്പെർമിയ. ആസ്പിഡോസ്പെർമിയ സാധാരണ നമ്മള് കോവിഡ് കാലൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ശ്വാസം മുട്ടലിന് നമ്മൾ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്. റിൻഡീലിയ റോബസ്റ്റ, ബ്ലാറ്റ ഓറിയന്റാലിസ്, ആസ്പിഡോസ്പെർമിയ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഡിസ്നിയായി കൊടുക്കുന്ന മെഡിസിൻ തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നിങ്ങൾ ബോർഡ് വെച്ച് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാര്യം നമുക്ക് മെഡിസിന്റെ മിസ്യൂസ് ഒഴിവാക്കാനും കുറെ കൂടെ ആപ്റ്റു ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കാനും ആ കമ്പാരിറ്റീവ് സ്റ്റഡി ഉപയോഗിക്കും. പലരും അങ്ങനെയല്ലേ, ആസ്പിഡോക്കെ എല്ലാം കൂടെ കൂട്ടി കൊടുക്കും, ഇല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടലിന് ഏതെങ്കിലും ഒന്ന് പറ്റിയില്ല ഒന്ന് കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. അതിന്റെ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ചെയ്തിട്ട് കമ്പാരിറ്റീവ് മെറ്റീരിയൽ പഠിച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കോൺഫിഡൻസ് വരും. റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ നടത്താൻ പറ്റും. ഇതിനെപ്പറ്റി വിശേഷിപ്പിക്കുന്നത് ആപ്പിൾ എങ്ങനെ ഡിജിറ്റാലൈസ് ചെയ്യുന്നു, അതുപോലെ ഡിജിറ്റാലൈസ് ആണ് ആസ്പിഡോസ്പെർമിയ എന്ന് പറയുന്നത്. ഇപ്പൊ എന്താ ഡിജിറ്റാലിസിന് ഹാർട്ട് നമ്മൾ കാണുന്നത് മുഴുവൻ അപ്പിനിയ, ലോ പ്രഷർ, ഹൈപ്പോടെൻഷൻ. സ്ലൈഡ് മാറിയില്ല, സ്ലൈഡ് മാറിയില്ല ഇപ്പോഴും. അക്കോണേറ്റ് സ്ലൈഡ് മാറിയില്ല സാറേ, അക്കോണേറ്റത്തിലാ നിക്കുന്നത്. ആണോ? ആസ്പിഡോയിലോട്ട് ഇവിടെ വന്നില്ല. മാറിയല്ലോ, ഇവിടെ മാറിയല്ലോ. ഇല്ല സാർ, ഒന്ന് സെലക്ട് ചെയ്യണം അവിടെ. ആണോ? ഇപ്പോഴോ? അക്കോണേറ്റ് ഇപ്പോഴോ? ഇപ്പൊ വന്നല്ലോ. എന്തില് വന്നല്ലോ? നെറ്റ്വർക്ക് വീക്ക് ആയതുകൊണ്ടാണ് സാറേ. നെറ്റ്വർക്ക് കയറി വരുമ്പോൾ അത് മാറും. അങ്ങനെയാണ്. സാറിന്റെ നെറ്റ്വർക്ക് വീക്ക് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് എഴുതിക്കൊള്ളു ഡോക്ടറെ. ഇപ്പൊ താല്പര്യമുള്ളവർ എഴുതിയെടുക്കുക. അതെ അതെ അതെ, അതാ സാറ് കണ്ടിന്യൂ ചെയ്യാം. നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ് അത്, സാറിന്റെ കുഴപ്പമല്ല. കണ്ടിന്യൂ ചെയ്യാം. ഞാൻ കേട്ടാ മതി. കേട്ടാ അതിന്റെ ഡിഫറൻസ് അതിന്റെ ക്ലോസ് ഒക്കെ എഴുതിയെടുക്കുക ആവശ്യമുള്ളവർ. ഹാർട്ടിന്റെ ഹൈപ്പോ കണ്ടീഷൻസിലാണ് ഏറ്റവും കൂടുതൽ ഡിജിറ്റാലിസിസ്, ട്രോഫാസ്, സംഭവത്തിലൊക്കെ ആക്ട് ചെയ്യുന്നത് ഹൈപ്പോ ഫംഗ്ഷനില്ല. അപ്പൊ കാർഡിയൽ മസ്കുലേച്ചറിന്റെ കുറയുക, നമ്മുടെ എക്കോ കാർഡിയോഗ്രാം എടുക്കുമ്പോൾ EF കുറയുക, LVEF കുറയുക, ഈ കണ്ടീഷൻസിലൊക്കെ നമ്മളെ സഹായിക്കുന്ന ഡിജിറ്റാലിസാണ്. അപ്പൊ ആ ഡിജിറ്റാലിസിന്റെ ഒരു അക്യൂട്ട് ഇന്റൻഷനിൽ നമുക്ക് പാലിക്കാവുന്ന ഒരു മെഡിസിനാണ് ആസ്പിഡോസ്പെർമിയ. ഇറ്റ് ഈസ് ഡിജിറ്റാലിസ് ഓഫ് ലങ്. Stimulate the respiratory center, increase the oxidation of blood, and increase of the കാർബോണിക് ആസിഡ്. ഈ കാർബൺ ഡയോക്സൈഡ് ലങ്ങിൽ കൂടിയിട്ട് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേറ്ററി റെസ്പിറേഷനിൽ വരുന്ന പോയിസണസ് ആയിട്ടുള്ള കാർബോണിക് ആസിഡ് എക്സ്പെൽ ചെയ്യാനും ഡൈല്യൂട്ട് ചെയ്യാനും ബോഡിയുടെ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് കണ്ടൻസ് പ്രൊമോട്ട് ചെയ്യാനും പറ്റിയെന്ന് വളരെ ശക്തമായിട്ടുള്ള സ്റ്റിറോയിഡ് പോലെ ആക്ട് ചെയ്യുന്ന ഒരു മെഡിസിൻ ആസ്പിഡോസ്പെർമിയ. ആസ്പിഡോസ്പെർമിയയുടെ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത്, നല്ല കമ്പനിയുടെ ആസ്പിഡോസ്പെർമിയ കൊടുത്താലേ ഈ പറയുന്ന ആക്ഷൻ കിട്ടത്തുള്ളൂ. എന്തുകൊണ്ടോ സാധാരണ നമ്മുടെ പല കമ്പനിയുടെ ആസ്പിഡോസ്പെർമിയക്കൊന്നും ഈ പറയുന്ന ഒരു ആക്ഷനോ നമുക്ക് ഇങ്ങനെ ഒരു അക്യൂട്ട് സ്റ്റേജ് നമുക്കത് അനുഭവമുള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞതാ. കാര്യം ഈ ക്യാമ്പിലൊക്കെ നമ്മള് ഇത്രയും ജർമ്മൻ മെഡിസിൻ ഉപയോഗിക്കാനുള്ള ചില പ്രായോഗിക വിഷമമുള്ളത് കൊണ്ട് ആസ്പിഡോസ്പെർമിയ നാട്ടിലെ കമ്പനിയുടെ ഒക്കെ വാങ്ങിയിട്ട് ഒരു ആക്ഷൻ കിട്ടിയില്ല. പിന്നെ ഞാനും എന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുമ്പോഴാണ് അത്രയും ഗുണങ്ങൾ കിട്ടുന്നത്. അപ്പൊ നമ്മള് സമയം കളയരുത്. മാക്സിമം നല്ല SBL അല്ലെങ്കിൽ ബിൽമർ ഷോപ്പ്, അതർവൈസ് ഈ ഫാദർ മുള്ളറിന്റെ കുറച്ചുകൂടെ എഫക്റ്റീവാണ്, ഇല്ലെങ്കിൽ അതിൽ റഗ് വെക്കോ അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഒരെണ്ണം വേണ്ടിട്ട് നമ്മൾ കുറച്ചിട്ട് കൊടുത്താൽ മതിയല്ല. പൾമിനറി സ്റ്റെനോസിസിലും ഈ കണ്ടീഷൻ വരും. പൾമിനറി സ്റ്റെനോസിസിൽ പൾമിനറി ആർട്ടറിയിലെ വാൽവ് ചെറുതായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള റെസ്പിറേഷൻ സ്നോട്ടിക് കണ്ടീഷൻ ഉണ്ടാകും. ഓക്സിജൻ കുറഞ്ഞിട്ടുള്ള ഡിസ്നിയായും സൈനോസും ഒക്കെ നമ്മുടെ അക്യുറേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ മെഡിസിനിന്റെ കൂടെ നമുക്ക് ആസ്പിഡോസ്പെർമിയ നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റും. വെരി ഗുഡ് മെഡിസിൻ. പൾമനറി ത്രോംബോസിസിന്റെ കോംപ്ലിക്കേഷനും ഇപ്പൊ നമ്മളെ കാലിലെ ത്രോംബോസിസ്, എനിക്ക് അങ്ങനെ ഒരു നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു. അവര്
വാർഫിൻ കഴിച്ചിട്ടുണ്ട്. അപ്പൊ വാർഫിൻ കഴിച്ചിട്ട് ഗാസ്ട്രൈറ്റിസ് ഒക്കെ വന്ന് ഭയങ്കരമായിട്ട് അവർക്ക് വാർഫിൻ കഴിക്കാത്ത കണ്ടീഷനിലാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ ഞാനും അത് ഡ്രോപ്പിലെ സ്റ്റഡി ലെഗ് നോക്കി കഴിഞ്ഞപ്പം നല്ല ത്രോംബോസിസ് ഉണ്ട് കാലില്. ഫെമറൽ ആർട്ടറിയിൽ ത്രോംബോസിസ് ഉള്ളവർക്ക് നമ്മൾ കൊടുത്ത ക്രോട്ടാലസ് ഫോർഡസ് ഹമാമിലിസ് വെർജിനിക്ക ആണ്. അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അതിന്റെ സിംറ്റമായിട്ട് നമ്മൾ വെപ്പറായി അവർക്ക് ഗുണം കിട്ടി. അയ്യന്മാരൊക്കെ നമ്മള് പരിശോധിച്ചപ്പോ നോർമൽ ആയിരുന്ന കാലയിലുള്ളത് ഹീൽ ചെയ്തെങ്കിലും കുഴപ്പമില്ലാതിരിക്കുക അവർക്ക് ഒരു റീനൽ സ്റ്റെനോസിസ് വന്നിട്ട് നീര് വന്ന് ശ്വാസം മുട്ടൽ വന്നപ്പോ നോക്കി പെറ്റ് സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോ പൾമിനറി ത്രോംബോസിസ് ആ ത്രോംബിൽ പോയി അവിടെ സ്റ്റാഗ്നേറ്റ് ചെയ്തു. അത്തരം കേസസിൽ അന്ന് നമ്മൾ ആസ്പിഡോസ്പെർമിയ കൊടുത്തപ്പോ രാത്രികൾ ഉറങ്ങി. പിന്നെ ഞാൻ എക്സ്പെർട്ടിനെ ഒപ്പീനിയൻ വെച്ച് ഒരു അമൃതമായിട്ട് ഓപ്പറേഷൻ ചെയ്തു. അപ്പൊ നമ്മൾ അത്രയും കേസസിൽ പോലും പാലിയേഷൻ ശ്വാസം മുട്ടൽ കുറഞ്ഞു. പിന്നെ വെയിറ്റ് ചെയ്യാൻ സമയമില്ലാതിരുന്നത് കൊണ്ട് നമ്മൾ പറഞ്ഞു വിടുക ചെയ്തു. അവിടെ പോയി ഓപ്പറേഷൻ ചെയ്ത പേഷ്യന്റ് ഒരു 1.5 ജീവിച്ചിരുന്ന് പിന്നെ പോയി. പ്രൊലോങ്ഡ് ലൈഫ് കിട്ടിയില്ല. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഈ ടൈപ്പ് ഒരു സ്റ്റഡിയിൽ ആസ്പിഡോസ്പെർമിയയുടെ ഗുണം വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടും. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആസ്മയിൽ നമുക്ക് ഉപയോഗിക്കാം. വാട്ട് ബ്രീത്ത് ഡ്യൂറിങ് എക്സേഷൻ. ഇപ്പൊ എക്സേഷണൽ ഡിസ്നിയ ചീഫ് ഗൈഡിങ് സിംറ്റം ആണ് എക്സേഷണൽ ഡിസ്നിയ. ഒരു കാര്യം നമ്മൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ട് എക്സേഷൻ ഡ്യൂറിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, റെസ്പോൺസ് ആഴ്ചന്ന് പറഞ്ഞ് 10-20 മെഡിസിൻ ഇങ്ങനെ നമുക്ക് വരുമെങ്കിലേ ഒരു കാർഡിയാക് എഡിമ വന്നിട്ടുള്ളതിൽ നമുക്ക് കൊടുക്കാനുള്ള ശരിക്കും രോഗിന്റെ ഒരു നല്ല സെലക്ഷൻ ബേസ് അതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് റഡാറിൽ നിന്ന് കിട്ടാറില്ല. നമ്മൾ പിന്നെ യുക്തിപരമായിട്ടുള്ള ഇതുപോലുള്ള ഒരു കോമ്പിനേഷനിൽ ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട്. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അഡോണിസ് വെർണാലിസ്, കാൽക്കേറിയാഴ്സ്, സംബൂല്, ആസ്പിഡോസ്പെർമിയ, അതർവൈസ് ഗ്രിൻഡീലിയ, റോബസ്റ്റ, ഇങ്ങനെയുള്ള കുറെ അക്കോണേറ്റം ഫെറോക്സ് ഒക്കെ. അപ്പൊ അത് നമുക്കത് സബ്സൈഡ് ചെയ്ത് റെഡിയാക്കി പേഷ്യൻസിന് കമ്പാരിറ്റീവ്ലി ബെറ്റർ പെർഫോമൻസ് സാധിക്കുന്നുണ്ട് കാർഡിയാക് ആസ്മ. ദെൻ അനിയോപിസ് കാലിഫോർണിയ എന്ന് പറയുന്ന നമ്മുടെ ബോർഗുള്ളത് കേട്ടോ. ഇത് ഉപയോഗിക്കുന്നുണ്ടോ അദ്ദേഹത്തിൽ, പക്ഷെ വളരെ എഫക്റ്റീവ് മെഡിസിൻ ആണ്. ANEMOPSAS കാലിഫോർണിക്ക. കാണുന്നില്ലല്ലേ? ഇല്ല, ഇനി സാർ കാണാമോ ഡോക്ടറെ? സ്ക്രീൻ കാണാവോ? ആസ്പിഡോസ്പെർമ വന്നു, ഇനി അടുത്തതിലോട്ട് ആയില്ല. ആസ്പിഡോസ്പെർമ വന്നായിരുന്നു, ഇനി ഒന്നിടവിട്ടാണ് വരുന്നല്ലേ? ഇല്ല, ഇച്ചിരി താമസിച്ചാ വന്നെങ്കിലും വന്നിരുന്നു. ഇപ്പൊ വന്നോ? ഈ ആസ്പിഡോസ്പെർമയിലാ നിക്കുന്നത് ഇപ്പം. ഇപ്പോഴോ? അടുത്ത സ്ലൈഡ് സാർ ഒന്ന് ക്ലിക്ക് ചെയ്തേ. ഇനി അടുത്ത സ്ലൈഡിൽ അതൊന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേ സാർ. അതിലാ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അത് വന്നില്ല. നേരത്തെ പോലെ റേഞ്ച് കുറവായോണ്ടാണ് സാറ് പറഞ്ഞു തുടങ്ങിക്കോ, അപ്പോഴും വന്നോളൂ. അതുകൊണ്ട് മെഡിസിന്റെ പേര് അനിമോപാസ് കാലിഫോർണിയ, ANEMOPSAS കാലിഫോർണിക്ക. ക്രോണിക് ഫോം ഓഫ് ഇൻഫ്ലമേഷൻ ഓഫ് ദി സിൻഡേറിയൻ മെംബ്രെയിനിന്റെ മാക്സിലറി സൈനസ്. അപ്പം മാക്സിലറി സൈനസൈറ്റിസ് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പം വളരെ യുക്തിപൂർവ്വം മാക്സിലറി ക്രോണിക് സൈനസൈറ്റിസ് സ്വാഭാവികമായിട്ട് അതിനുള്ള റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാല് സാധാരണ ഒരു ഹോമിയോ ഡോക്ടറെ അടുത്ത് വരുന്നത് മോഡേൺ ഒത്തിരി മെഡിസിനും ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് മൂക്കിലൊക്കെ ഡ്രോപ്സ് ഒഴിച്ചിട്ട് ആന്റിഹിസ്റ്റാമിനും ഒക്കെ കഴിച്ചു വരുന്ന ഒരു സ്റ്റേജിലായിരിക്കും ഹോമിയോ ഡോക്ടർമാർക്ക് ഇത് കിട്ടുന്നത്. നമ്മൾ അതിനുവേണ്ടി ഒത്തിരി സമയം എടുത്താല് ഈ പസ് നമ്മുടെ മാക്സിലറി സൈനസ് സെഡിമെന്റ് ചെയ്തിട്ട് ഒരു 100 പേര് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരാളിന് ക്യാൻസർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഹിസ്റ്ററി ഉള്ളവരിലൊക്കെ.
അത് വളരെ ശ്രദ്ധിച്ച് നമ്മുടെ സിനാബാറിസ്, നാട്രസൾഫ്, പിന്നെ ലാക്ടസിസ്, ഉസിന ബാർബറേറ്റം, കാലിബൈക്രോമിക്കം, കാലിബ്രോമാറ്റം, അമോണിയം കാർബൺ, അമോണിയം ഈ ഇത്രയും മരുന്നിന്റെ കമ്പാരിറ്റീവ് മേടിക്കാൻ നമ്മൾ പഠിക്കാൻ നമുക്ക് ഒരുവിധം കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ സൈനസൈറ്റിസിൽ നിന്നുള്ള ക്രോണിക് മാക്സിലറി സൈനസൈറ്റിസിൽ വരുന്ന കൺജഷൻ, അതിനകത്ത് നിന്ന് ഡിസ്ചാർജ്, എഫക്റ്റഡ് ഏരിയയിലുള്ള കൺജഷൻ കുറഞ്ഞ് ഡിസ്ചാർജ് പ്രൊമോട്ട്. എന്താ അതിനകത്ത് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാല് അതിന്റെ സൈനസിരിക്കുന്ന മുകളിലോട്ടാണ് അതിന്റെ റൂട്ട്. ഒരിക്കലും നമ്മൾ കുഞ്ഞിലേം കുത്തി കഴിഞ്ഞാൽ മൂക്കിൽ കൂടി, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാക്ഷൻ ഓഫ് ടീത്ത് വെച്ചിട്ടാണ് അതിന്റെ ഡിസ്ചാർജ് മോഡേൺ ചെയ്യുന്നത്. പക്ഷെ അതിന് ചെയ്തിട്ട് ഒരു തലകുത്തി വെച്ചിട്ട് കട്ടിലേ ഇരുന്നുകൊണ്ട് കുറച്ചു നേരം കുനിഞ്ഞിരിക്കാൻ പറഞ്ഞാൽ ഈ കാലിഫോർണിയ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡിസ്ചാർജ് ക്രിയേറ്റ് ചെയ്ത് പോകും. നമ്മുടെ കാലിബൈക്രോമിക്കും കാലിഐഡേറ്റും ഈ പറഞ്ഞിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ മെഡിസിൻ എഫക്റ്റീവ് ആയിട്ട് കിട്ടാനുള്ള ടൈം കുറച്ച് കിട്ടും. ഒരു നേസൽ ഡ്രോപ്പ് നമ്മൾ പ്രൊമോട്ട് ചെയ്തത് അബദ്ധമാണ്. ഈ മെഡിസിൻ എല്ലാവരും പോർക്കിലൊന്ന് പഠിക്കണം, അത് വാങ്ങണം, ഉപയോഗിക്കണം. എഫക്റ്റീവ് ഫുൾ ഹെഡ് ആൻഡ് ത്രോട്ട്. സോ കറ്റാറ സ്റ്റേജ്. അപ്പൊ അതിന്റെ കറ്റാറ സ്റ്റേജിൽ സ്റ്റഫിനോസ്, ഇവിടെ സാമ്പുക്കസോ അമോണിയം കാർബോ ഒക്കെ കൊടുക്കുന്നത് പോലെ തന്നെ ഡിസ്ചാർജ് പ്രൊമോട്ട് ചെയ്തിട്ട് റിലീഫ് കിട്ടാൻ നല്ല ഒരു മെഡിസിനാണ്. ഒരു നേസൽ ഡ്രോപ്സ് തന്നെ, സ്റ്റിറോയിഡ് ഡ്രോപ്സ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് അമ്നിയോപിയാസിസ് കാലിഫോർണിയ ഉപയോഗിക്കാവുന്നതാണ്. സ്പ്രേ. ഈ നമ്മുടെ സ്പ്രേയിനും ഇഞ്ചുറിയൊക്കെ വന്നിട്ടുള്ള സ്വെല്ലിങ് കുറക്കാൻ ഈ മെഡിസിൻ വളരെ എഫക്റ്റീവ് ആണ്. ആർണിക്കയുടെ കൂടെ ഇതുകൂടെ കൊടുക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് നീര് അബ്സോർവ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഏറ്റവും റെഡ്യൂസ് ദ എഡിമ. പിന്നെ അതുവഴിയുള്ള ഒരു ഇൻഡ്യൂസ് പതോളജിക്കൽ ആയിട്ടുള്ള എഡിമ ഇതിൽ നമുക്ക് ഈ മെഡിസിൻ എഫക്റ്റീവ് ആണ്. റെക്കമെൻഡഡ് ഇൻ ഹാർട്ട് ഡിസീസ്, കാർഡിയാക് സിംറ്റംസ്, ഹാർട്ട് ഡിസീസിന്റെ അല്ല ഇൻഡൈജഷനോ ഗാസ്ട്രിക് ട്രബിളോ ഫ്ലാറ്റൻസോ അതുവഴി ഒരു ഡിസ്ട്രസ് ചെയ്യുന്നു. പലപ്പോഴും കാർബോവൈറ്റ് അസപ്പറ്റയുടെ ഒക്കെ കൊടുക്കുന്ന കാർഡിയാക് സിംറ്റം പോലുള്ള മരുന്ന് കഴിക്കുന്നത് കൊണ്ടുള്ള അതിന്റെ കൂടെയുള്ള ഫ്ലാറ്റുലൻസും അതുവഴി രാത്രിയൊക്കെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലും വരുന്ന അവസ്ഥയില് ഉപയോഗിക്കണമെങ്കിൽ കാർബോവൈറ്റ് ആണ് അതിന്റെ ആന്റിഡോട്ട്. വളരെ എഫക്റ്റീവ് കാർബോവൈറ്റ് ആയിരിക്കും. പക്ഷെ ആ ടോട്ടൽ സിംറ്റംസ് റെഡ്യൂസ് ചെയ്യാൻ ഈ മെഡിസിൻ വളരെ എഫക്റ്റീവ്. ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്പ്രേ ഇൻ ലോക്കലൈസ്ഡ് ഏരിയ ഇൻ അറേലിയ ഐസ്പീഡിയ, അറേലിയ റെസ്മോസ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അറേലിയ ഐസ്പീഡിയ മെഡിസിൻ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അറേലിയ ഐസ്പീഡിയയില് ആൽബൽ ഡയറോട്ടിക് യൂസ് ഇൻ ഡ്രോപ്സ് ഇൻ ദ കാവിറ്റീസ് ഡ്യൂ ടു ഹെപ്പാറ്റിക് റീനൽ കാർഡിയാക് ഡിസീസ്. അപ്പൊ അബ്ഡമൽ കാവിറ്റി ലോക്കലൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇടിമ, ലോവർ അബ്ഡമനില് ഇങ്ങനെ വയറ് തൂങ്ങി കിടക്കുന്നത് പോലുള്ള, പിന്നെ സ്ക്രോട്ടത്തില് ബാഗ് ലൈക്ക് സ്വെല്ലിംഗ് ഓഫ് സ്ക്രോട്ടം ഇൻ അസൈറ്റിസ് ഓർ ഇഡിമ. ഇത് ഡിജിറ്റാലിസ് വളരെ എഫക്റ്റീവ് മെഡിസിൻ ആ കണ്ടീഷൻസിൽ. ഹാർട്ട് ഡിസീസ് വേണമെന്നില്ല. ലിവർ ഡിസീസിലും സ്ക്രോട്ടൽ സ്വെല്ലിംഗ് ഉണ്ടോ, ലോക്കലൈസ്ഡ് കാവിറ്റേറ്റീവ് സ്വെല്ലിംഗ് ഉണ്ടോ, ഡിജിറ്റാലിസ് കൊടുക്കാം. അതിന്റെ കൂടെ അറേലിയ പീഡിയ ഇസ് എ വെരി വെരി എഫക്റ്റീവ് മെഡിസിൻ. ഹൈപ്പർ ടെൻഷൻ ഇത് പഠിക്കുന്നുണ്ട്. ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി വിത്ത് PH ഉള്ളവരില് വളരെ സേഫ് ആയിട്ട് ഉപയോഗിച്ച് പ്രഷർ കുറക്കാൻ, കൺജഷൻ കുറക്കാനും പറ്റും. 3C ആണ് ഇതിന് ആക്ഷൻ. 6C 12C ആണ് കിട്ടുന്നത്. 8200 കിട്ടത്തില്ല വിത്ത് കോൺസ്റ്റിപ്പേഷൻ. അപ്പൊ കൂടെ ഇടിമയോ വിത്ത് കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് വെരി എഫക്റ്റീവ്.
ഈയിടെ ഞങ്ങൾക്കൊരു റുമറ്റോഡ് ആർത്രൈറ്റിസ് കിട്ടി. നമ്മളുടെ കേസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പ്രൊലോങ് ആയിട്ട് ചെന്നൈയും കഴിക്കുക, അലോപ്പതി മരുന്നൊന്നും കഴിച്ചിട്ട് അവരുടെ സ്റ്റൂള് പോകത്തില്ല. ഞങ്ങള് കാസ്കറിലാണ് കൊടുത്തത്. കാസ്കറില്ല വിത്ത് റാമിനസ് കാലിഫോർണിയ. ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം ഇവിടെ 8-10 കൊല്ലം അവർക്ക് നല്ലപോലെ ഈ ചെന്നൈയും കഴിക്കാതെ പോയത് അപ്പോഴാണെന്ന് അവർ പറഞ്ഞു. അവിടെ ഈ റൊമാറ്റിക് സിംറ്റംസ് പറഞ്ഞു. അപ്പൊ അതുപോലെ ഈ കാർഡിയാക് ഡ്രോപ്സിയില് കാർഡിയാക് റീനൽ ഹെപ്പാറ്റിക് മൾട്ടി ലെവൽ ഫെയിലുവർ ഉള്ള ഇഡിമയിൽ അറേലിയസ് പീഡിയസ് വെരി വെരി എഫക്റ്റീവ്. ഓൾസോ റെഡ്യൂസ് ഹൈപ്പർ ടെൻഷൻ. നമ്മളെ അടക്കുമ്പം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. യൂറിനറി ഡിസോർഡർ എസ്പെഷ്യലി വിത്ത് ഡ്രോപ്സി. അപ്പം ഡ്രോപ്സി ഉള്ള ഒരാളിൽ റീനൽ ഹെപ്പാറ്റിക് കാർഡിയാക് ഉള്ളവരിൽ മസിൽസ് കൂടിയാൽ അല്ലെങ്കിൽ ടോട്ടൽ സ്വെല്ലിങ് ജെനിറ്റൽ സ്വെല്ലിങ് ഉള്ളവരിൽ നമുക്ക് ഈ മെഡിസിൻ ഉപയോഗിക്കാവുന്നതാണ്. 30 ഡ്രോപ്സ് 5 to 30 ഡ്രോപ്സ് ട്വൈസ് ഡെയിലി ധൈര്യമായിട്ട് കൊടുക്കാം. എഫക്റ്റീവ് ആയിട്ട് കിട്ടും. നമുക്ക് ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് ആസിഡ്സും ഒക്കെ കിട്ടാൻ സാധിക്കും. അർജന്റം ഫോസ്ഫോറിക്കം അർജന്റം നൈട്രിക്കത്തിന്റെ കോമ്പിനേഷൻ സ്റ്റഡിയിലുള്ള അർജന്റം ഫോസ്ഫേറ്റേഷൻ. ഇത് ജനറൽ ഇഡിമയിൽ കൊടുക്കാം. ക്രോണിക് ഡിസീസ് വിത്ത് സ്വെല്ലിംഗ്. അപ്പൊ യൂറിയ ക്രിയേറ്റിൻ കൂടിയിട്ടുള്ളവരിൽ വരുന്ന റീനൽ ഇഡിമയിൽ അർജന്റം ഫോസ്ഫേറ്റേഷൻ ഈൽസറത്തിന്റെ കൂടെ നമുക്ക് കൊടുക്കും. ഈൽസറത്തിന്റെ ഒരു കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ അതിന് ഹെപ്പാറ്റിക് റീനൽ കാർഡിയാക്ക് മൂന്നും കൂടെ ഒന്നിച്ചു വരണം. പൾമിനറി കൂടെ ഉണ്ടെങ്കിൽ കുറെ എഫക്ട് ചെയ്യും. ഇതിനകത്ത് റീനൽ അപ്പം ഉള്ള കോംപ്ലിക്കേഷൻ ഇല്ലാത്തവരിൽ ക്രിയാറ്റിൻ യൂറിയ കൂടിയിട്ടുള്ള കേസസ് ആണെങ്കിൽ നമുക്ക് അർജന്റം ഫോസ്ഫോറിയം 3 നല്ലത്. കിട്ടും. പക്ഷെ 3 ആക്ഷൻ കൊടുക്കും. ഈ ന്യൂറോളജിക്കൽ കണ്ടീഷനിലേക്ക് ഷോക്ക്, ട്രെമർ, നെർവസ് എക്സേഷൻ. ഇപ്പൊ പാർക്കിൻസോണിസിലൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്വെല്ലിങ് വന്നു. കാര്യം പല സിസ്റ്റവും ഫേവർ ആകുമ്പോൾ വരുന്ന സ്വെല്ലിങ്ങില് നമ്മുടെ എപ്പിസെക്രട്ടറി ചെയ്യണ പോലെ അർജന്റം ഫോസ്ഫേറ്റ് കൊടുക്കാം. കുറച്ചുകൂടെ ട്രെമർ കുറയും, ആൻസൈറ്റി കുറയും, ടെമ്പറേച്ചർ കുറയും, വാക്കിംഗ് ഡിഫിക്കൽറ്റി കുറയും. വാക്കിംഗ് ഡിഫിക്കൽറ്റി എങ്ങനെ അർജന്റം നൈട്രിക്കത്തിന് പേടി കൊണ്ട് ഒരാൾ കൂടെ വേണം. ഒരാള് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ടച്ച് ചെയ്താൽ അവർ സുഖമായിട്ട് നടന്നു പോകും. ഒരാളില്ലെങ്കിൽ നടക്കത്തില്ല. അതാണ് അർജന്റം നൈട്രിക്കത്തിന്റെ പാരസിസ്. ആ ഒരു മെന്റൽ കണ്ടീഷന്റെ കൂടെ ഇഡ്മ വരുന്ന സ്റ്റേജിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അർജന്റം ഫോസ്ഫോറിയം 3x6C കൊടുക്കാം. ഇതിന്റെ ഒരു കോൺട്രവേഴ്സി പറയുന്നത് ക്യാബേജും കുക്കമ്പറും സ്വീറ്റ് സ്വീപ്പറും അഗ്രവേഷൻ ആണെന്ന്. ഫാറ്റ് ആൻഡ് മീറ്റ് വേർഷൻ അതിന്റെ മൊഡാലിറ്റീസിൽ സ്പെസിഫിക് ആയിട്ട് അത് കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അർജന്റം ഫോസ്ഫോറിയം സെലക്ട് ചെയ്യാം. കഫിനം കോഫിന്റെ അതിനകത്ത് എടുക്കുന്ന ഒരു ഡോസാണ്. സാധാരണ 6x-ഉം 30 തുളസി സെന്റ് ജോർജ് കിട്ടും. ക്രിസ്റ്റ്യൻ ആൽക്കഡോ കോഫിയുടെ ആൽക്കലോയിഡ് ഫിൻ ഹാർട്ട് സ്റ്റിമുലന്റ് ആൻഡ് ഡയോട്ടിക് കാർഡിയാക് ഡ്രോപ്സി. അപ്പം ശരിക്കും ലാസിറ്റോണും ലാസിക്സും പോലെ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ്. അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് വീക്ക് ഹാർട്ട് ആണെങ്കിൽ, ഹൈപ്പോടെൻഷൻ ആണെങ്കിൽ, നീരുണ്ട്, വീക്ക്നെസ് ഉണ്ട്, ഉണ്ടാകും, ഉറക്കക്കുറവുണ്ടാകും. അവിടെയൊക്കെ നമുക്ക് കഫീൻ വളരെ എഫക്റ്റീവ് ആയിട്ട് ഒരു പിഞ്ച് പൗഡർ ആണെങ്കിൽ ഒരു പിഞ്ച് 4 times ഡെയിലി കൊടുക്കാം. ആദ്യത്തെ 2 ആഴ്ച, പിന്നെ 2 നേരം കൊടുക്കാൻ പറ്റും. കാർഡിയൻസ് ഇൻ ന്യൂമോണിയ ആൻഡ് അതർ ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഇപ്പൊ ന്യൂമോണിയയിലൊക്കെ നമ്മുടെ ബെസ്റ്റ് ഇൻഡിക്കേറ്റഡ് മെഡിസിന്റെ കൂടെ ന്യൂമോണിയ ഉള്ള ഒരു സ്റ്റേജില് നെർവ് ചെയ്യാൻ, റിലീസ് ചെയ്യാൻ, സ്ലീപ്പ് ഒക്കെ
സ്റ്റിറോയിഡ് കൊടുത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പോലെ നമ്മളുടെ മെഡിസിൻ. അപ്പൊ അത്രയും വീക്കായിട്ടുള്ള ഒരു പേഷ്യന്റിനെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ എഴുന്നേറ്റ് കിടക്കും, എനിക്ക് ഭയങ്കര വിഷമമില്ല എന്ന് പറയുമ്പോൾ ആ ഡോക്ടർക്ക് തന്നെ മനസ്സിലാകും യു ഗെറ്റ് എ ബെറ്റർ ട്രീറ്റ്മെന്റ് ഫ്രം സംവെയർ എന്നൊരു കമന്റ് വരും. അതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇവരോട് പറയാം, നിങ്ങളോട് ചെല്ലുമ്പോൾ കുറവ് കിട്ടും, പക്ഷെ നിങ്ങൾ ഫർദർ എക്സാമിനേഷൻ ഒക്കെ നടത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് കിട്ടും. റൈസ് ദ ബ്ലഡ് പ്രഷർ, stimulate the heart muscles, support the extreme weakness of heart failure. അപ്പൊ ഒരു ഹാർട്ട് ഫെയിലിയർ സ്റ്റേജിൽ നമ്മൾ സ്ട്രെത്ത് വെച്ചാൽ പൾസേഷൻ കിട്ടത്തില്ല, ബി പി വെച്ചാൽ ബി പി കിട്ടത്തില്ല, അളന്ന് കിട്ടത്തില്ല, വീക്കാകും, പേഷ്യന്റ് ഫെയിന്റ് ചെയ്യുന്ന അവസരത്തിൽ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയന് വേണ്ടി ഈ സെന്ററിലോട്ട് റെഫർ ചെയ്യുമ്പം ഇതുകൂടെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു മെഡിസിൻ. Stimulate the respiratory center, nervous center, increase the urine output, thereby control the dyspnea. ഇപ്പൊ എത്രയാണ് ഡയോട്ടിക് ആയിട്ട് നമുക്ക് കാർഡിയാക് ഡ്രോപ്സി, കാർഡിയാക് ഇൻസഫിഷ്യൻസി, ന്യൂമോണിയ, അല്ലെങ്കിൽ ടോട്ടൽ ഹൈലി ഇൻഫെക്ഷ്യസ് ഡിസീസ്. It stimulate the cardiac conditions, raise the blood pressure, stimulate the heart muscle, support the extreme weakness, and thereby control the heart failure. ഇപ്പൊ ഒരു പ്രീ ഡയഗ്നോസ് കാർഡിയാക് അറസ്റ്റിൽ, കാർഡിയാക് ഫെയിലുവറിൽ നമുക്ക് വളരെ നന്മ പേഷ്യന്റ് ചെയ്യാവുന്ന കോൺഫിഡൻസോടുകൂടി കൊടുക്കാവുന്ന ഒരു കാര്യം കഫിനം. Stimulate the respiratory center, nervous center, increase urine output, thereby control the dyspnea. അപ്പൊ എത്രയോ സെന്ററിൽ നമ്മുടെ ബോഡിയിലുള്ള സകല സെന്ററിനും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പറയുന്നത്. ഇത് ഓൾസോ റെഡ്യൂസ് പൾമണറി എഡിമ. ഇപ്പം ലങ്ങിലും കാർഡിയാക്കിലും കിഡ്നിയിലും ഇൻഫെക്ഷൻ ഡിസീസിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ടിപ്പിക്കൽ സ്റ്റേജില് കാർഡിയാക് വീക്ക്നെസിന്റെ എക്സ്ട്രീം ഹാർട്ട് ഫെയിലുവർ ഉണ്ടാകുന്ന കണ്ടീഷനിലും കാർഡിയാക് അറസ്റ്റ്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലുവറിലൊക്കെ നമുക്ക് കഫിൻ ഉപയോഗിക്കാൻ നല്ലതാണ്. Folia, nephritis and gout, splenomegaly, കേട്ടില്ല. ILEX. കാണാവോ നിങ്ങൾക്ക്? സ്ക്രീൻ കണ്ടുകൂടില്ലേ? സ്ക്രീൻ അത് മാറുന്നില്ല സാറേ. എക്കഫോളിയം, ILEX. സ്ക്രീൻ മാറുന്നില്ല സാറേ. അല്ല, എനിക്ക് മാറുന്നുണ്ട് ഇവിടെ. എന്തുകൊണ്ടാ? അതുകൊണ്ടായിരിക്കും. സ്ക്രീൻ ക്ലോസ് ചെയ്തിട്ട് സാർ പറഞ്ഞാലും ഇപ്പൊ ഏതിലായിരിക്കുന്നത്? അനിമോസാസിലാണ് രണ്ടാമത്തെ. അപ്പൊ എന്നെ കേൾക്കാമല്ലോ. എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട് സാറേ, പക്ഷെ കാണാൻ രണ്ടാമത്തെ ആസ്ട്രോസ്പെർമിയയിൽ ഇരിക്കുവാണോ? അത് ഇരിക്കുക. അത് ഇതുകൊണ്ടാ സാറേ, ഇവിടെ നെറ്റ് ഇല്ല, അതുകൊണ്ടാ. സാറേ അത് നെറ്റില്ല, നമുക്ക് വേണേ അത് ക്ലോസ് ചെയ്തേക്കട്ടെ. ക്ലോസ് ചെയ്യാതാണെങ്കിൽ സാറ് പറയുന്നത് കുറെ കൂടി വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. ക്ലാസ്സാ? ആ ക്ലാസ് കേൾക്കണമെങ്കിൽ ഇത് നമ്മുടെ ഈ സ്ക്രീൻ ഷെയറിംഗ് ക്ലോസ് ചെയ്യട്ടെ. അപ്പൊ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. ചെയ്തു. ആ ശരി. ഇനി സാറ് സംസാരിച്ചോളൂ. ഓക്കെ. ഇപ്പൊ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാവോ? കേൾക്കാവോ? കണ്ടില്ല. ശരി ശരി. വീഡിയോ ഇല്ല. നമ്മള് കഫിൻ വരെയുള്ള ഇനി അടുത്ത ഈൽസറം. When the kidney become actually affected by cold or infectious disease or any other toxin from the liver or heart or lung, if the kidney is affected, ഈൽസറം is the best medicine. ഈൽസറം 7x ആണ്. അതിന്റെ ഒരു ഗ്ലിസറിൻ പ്രിപ്പറേഷൻ ഇപ്പം ബിൽമർ ഷോബെ തരുന്നുണ്ട്. അത് എഫക്റ്റീവ് ആണ്. ഞങ്ങൾ കൊടുക്കുന്ന ഡോസ് 10 ഡ്രോപ്സ് 30 ml വാട്ടറിൽ ഇട്ടിട്ട് 10 തുള്ളി 3 നേരമാണ് അഡ്വൈസ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളെ ഒരു ഡിഫറൻഷിയേറ്റിംഗ് സ്റ്റഡി ഉണ്ടെങ്കിൽ നമുക്ക് കുറെ അധികം നല്ല കേസുകൾ സക്സസ് ആക്കാൻ പറ്റും. When the kidney become actually affected by cold, infection or intoxication with
ഒളിഗൂറിയ, അനൂറിയ ആൻഡ് ആൽബമിനൂറിയ ഈ 3 ഉണ്ടാകണമെന്നാണ് ഈൽസർ ഉപയോഗിക്കുന്നെങ്കിൽ. ഒളിഗൂറിയ, അനൂറിയ, ആൽബമിനൂറിയ ഈൽസറും ഫൈൻഡ് ടു ബി എഫക്റ്റഡ് ടു എസ്റ്റാബ്ലിഷ് ദ യൂറിൻ ഔട്ട്പുട്ട്, റാപ്പിഡ്ലി അറസ്റ്റ് ദി ആൽബമിനോറിയ. അപ്പം റീനൽ സർക്കുലേഷൻ പ്രൊമോട്ട് ചെയ്ത് ആൽബമിനോറിയ ഔട്ട്പുട്ട് ചെയ്യുന്ന കൺട്രോൾ ചെയ്ത് യൂറിൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്ത് ഒളിഗ്യൂറിയ, അനോറിയ, ആൽബമിനോറിയ കൺട്രോൾ ചെയ്യുന്ന ഒരു വണ്ടർഫുൾ മെഡിസിൻ ആണ് ഈൽസറം. ഈൽസറം 7x കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ 30 പോപ്പീസീഡ് ബില്ലിലാക്കി ഒരു 4 ബില്ല് 4 നേരം വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ വേറെ ഒരു മരുന്നിന്റെ ആവശ്യമില്ല. യൂറിൻ ഔട്ട്പുട്ട് ഒക്കെ ആകും, അതർവൈസ് പ്രഷർ കുറയും, പേഷ്യന്റ് കണ്ടീഷൻ ഹെൽത്തി ആകും, യൂറിയ ക്രിയേറ്റിൻ കുറയും. പക്ഷെ അതിനകത്ത് കണ്ടുവരുന്ന ഒരു അനുഭവം സിവിയർ അനീമിയ ഉണ്ടാകുന്നുണ്ട്. അനീമിയക്ക് ഞങ്ങൾ പെർഡോണ കൊടുത്താണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്. പെർഡോണ എന്ന് പറഞ്ഞാൽ ആടലിന്റെ വലിയൊരു നല്ല ടോണിക്കാണ്. അതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ലിയാറ്റിസ്പെക്കേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ റെയർ ആയിട്ടുള്ള 3-4 ഫ്ലവറിന്റെ എക്സ്ട്രാക്റ്റാ, അല്ലാതെ അതിനകത്ത് സിന്തറ്റിക് അയൺ ഇല്ല. അതുകൊണ്ട് തന്നെ കിഡ്നി റിട്ടൻഷൻ ഒന്നും വരത്തില്ല. അനീമിയ നമുക്ക് കറക്റ്റ് ചെയ്യാനും പറ്റും. അതിന്റെ പേരൊന്നുകൂടെ പറയാമോ സാറേ? അനീമിയക്ക് പെറഡോണ, FERRA, പെറഡോണ. When the heart with cardiac regularity with marked state of asystole and the kidney become affected and the functions inhibited by ഈൽസറം will correct the conditions. അപ്പൊ ഈ ടോക്സിക് സ്റ്റേജിൽ ഒളിഗൂറിയ, അനൂറിയ, ആൽബമിനൂറിയ ഉണ്ടായിട്ട് പ്രഷർ കൂടി അനീമിയ വന്ന് ഹാർട്ടിന്റെ സ്റ്റേറ്റ് മോശമാക്കിയിട്ട് അസസ്റ്റോൾസ്, നമ്മുടെ സിസ്റ്റോളിക് ഫങ്ഷൻസ് ഇല്ലാതെ ഹാർട്ടിനെ ചുരുങ്ങാനുള്ള കഴിവ് കുറയുന്ന അവസരത്തിലും ഈൽസറത്തിന് ഭയങ്കര ഡയറക്റ്റ് ആക്ഷൻ ഉണ്ട്. അത് 7x-ലല്ല, 30-ലും 30C-ലും 12C-ലും ഒക്കെയാണ് കുറച്ച്. നമ്മൾ 200 ട്രൈ ചെയ്യരുത്. ട്രൈ ചെയ്ത് ഫെയിലുവർ ആയാൽ അല്ലെങ്കിൽ പ്രൊമോട്ട് ഒരു ആക്ഷൻ കിട്ടിയാലും പിന്നെ PL കൊടുത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എപ്പോഴും നമ്മളൊരു സ്റ്റിമുലേറ്റിംഗ് സ്ലൈഡ് ഡോസ് ആണെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പേഷ്യന്റ് നല്ലപോലെ പോകും. അപ്പൊ ഒരു സ്റ്റേറ്റ് ഓഫ് asystole and the kidney become affected and the function inhibited by ഈൽസറം and will correct them the total pathological conditions. ഇപ്പൊ നമ്മള് ഈൽസറം ബെറ്റർ ആയിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന ഇത് ഹൈപ്പർ ടെൻഷൻ, ഒളിഗോറിയ വിത്തൗട്ട് ഇഡിമായ. ഇഡിമായ ഉണ്ടെങ്കിൽ ഈൽസറം കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ഒളിഗൂറിയ, അനൂറിയ, ആൽബമിനൂറിയ, വീക്ക് ഹാർട്ട്, അസസ്റ്റോളിക് കണ്ടീഷൻസ് ഓഫ് ദ ഹാർട്ട്, പക്ഷെ ഇഡിമായ ഇല്ല. അപ്പൊ ഇഡിമായ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുവരും, ജുഗുലൻസ് റിലീസ് ചെയ്യാം ആണ് അതിന്റെ മെഡിസിൻ. ഇഡിമായ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ റീനൽ ഹൈപ്പർ ടെൻഷന് നമുക്ക് കൊടുക്കാവുന്ന 1 മില്ലിലോട്ടസും ഈ ജുഗുലൻസ് റിലീസ് ചെയ്യുക. പക്ഷെ ഇഡിമ ഇല്ലെങ്കിൽ ഈൽസറത്തിന് മനാക്ഷൻ വിത്ത് എബോ പത്തോളജി. വിത്ത് ഇഡിമയിൽ ഡിജിറ്റാലിസ് നല്ലതാണ്. സോ ഇറ്റ് ഈസ് എഫിഷ്യന്റ് ഇൻ കാർഡിയാക് യുറീമിയ. അപ്പൊ കാർഡിയാക് കോസ് അസോസിയേറ്റഡ് വിത്തിട്ട് യൂറിയ കൂടി ക്രിയേറ്റിനുള്ള നീരില്ലാത്ത കേസിൽ അനൂറിയായും ഡിസ്യൂറിയ, ആൽബമിനൂറിയായും ഉണ്ടെങ്കിൽ ഈൽസറം ക്യാൻ ട്രൈ. അതുവഴി ഉണ്ടാകുന്ന സിസ്റ്റം ഫെയിലുവർ വഴി റീനൽ ഫെയിലുവർ ഉണ്ടാകുമ്പം അമോണിയ കൂടും. അപ്പൊ ഒരു എപ്പറ്റോ റീനൽ ഫെയിലുവർ വന്നിട്ട് ബോധമില്ലാത്ത അവസ്ഥയിൽ അമോണിയൊക്കെ കൂടിയിരിക്കിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത് വരുമ്പോ നമുക്ക്
ട്രൈ ചെയ്യാവുന്ന ഒരു മെഡിസിൻ ആണ് ഹീൽസെറം. ഹീൽസം 3C ആണ്, അല്ലെങ്കിൽ 30C-യും 12C-യും ഒക്കെ ഉപയോഗിക്കുക. 200 നമ്മൾ പോകാതിരിക്കുകയാണ് നല്ലത്. So it will put an end to the renal obstruction, produce abundant urine, and it's a good medicine for acute nephritis, heart disease with nephritis in case of failure or compensation of impending asystole. അപ്പൊ റീനൽ കോസ് കൊണ്ടുള്ള കാർഡിയാക് അറസ്റ്റ്, വീക്ക് ഹാർട്ട് വരുവാണെങ്കിൽ നമുക്ക് ഈ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് എഴുതി വെച്ചിട്ട് പുസ്തകം കൂടെ നോക്കി പഠിച്ചിട്ട് ഹീൽസെറം നമുക്ക് ഉപയോഗിക്കാനാണെങ്കിൽ കുറെ വളരെ നല്ല കാര്യങ്ങൾ നമ്മുടെ ഒരു റീനൽ ഫെയിലുവർ ക്രിയാറ്റിൻ ട്രീറ്റ്മെന്റിൽ വളരെയേറെ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നല്ല റിസൾട്ട് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഫെയിലുവർ വന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ എന്താ, ഈ ടോട്ടൽ ഫെയിലുവർ വരുമ്പം പ്ലേറ്റ്ലെറ്റ്സ് കുറയും, നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് കുറയുമ്പോൾ എന്തൊരു ഹെമച്ചൂറിയ ഉണ്ടാകാം. ഹെമച്ചൂറിയ നമ്മൾ വേറെ ടെർബെന്തനയിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല ഹീൽസെറത്തിന്റെ കേസ് ആണെങ്കിൽ. റാപ്പിഡ് ഹെമറ്റൂറിയ, ആൽബമിനൂറിയ, ഒളിഗോറിയ ഓർ വിത്ത് ത്രെഡ് ആൻഡ് യൂറീമിയ, അതുവഴി പെട്ടെന്ന് കൂടുക, അമോണിയ കൂടുക, റീനൽ ഫെയിലിയർ കൊണ്ട് ആള് മരിക്കുന്ന സ്റ്റേജിൽ ഡയാലിസിസിനൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ ഡയാലിസിസ് കൊണ്ട് കുറയാത്ത സിംഗിങ് സ്റ്റേജിൽ നമുക്ക് ആരെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു കൊടുത്തിട്ട് ഗുണം കൊടുക്കാവുന്ന ഒരു സാധനമാണ്. എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഹീൽസെറം. ദെൻ ഫങ്ഷൻ ഹാർട്ട് ഡിസീസ് ഉണ്ടായിരുന്നില്ലേ? അപ്പൊ മെട്രൽ ഇൻസഫിഷ്യൻസി, ഫങ്ഷണൽ ഹാർട്ട് ഡിസീസ് വിത്ത് അസസ്റ്റോൾ ഓർ വിതൗട്ട് എഡിമ. അപ്പൊ ഈ ഹീൽസെറമിന്റെ ഒരു കേസസിലും എഡിമ ഇല്ല, പക്ഷെ ഇടിയോ ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അതാണ് നിങ്ങൾ ഹീൽസെറം കിഡ്നി ഫെയിലുവറിനെ പറ്റി പഠിക്കുമ്പോൾ ചെയ്യേണ്ടത്. ഈ ഹീൽസെറം എന്തെല്ലാം കണ്ടീഷനിൽ നമ്മൾ സാധാരണ ഹീൽസെറം എന്ന് പറയുന്നത് കിഡ്നി ഫെയിലുവറിലും യുറീമിയയിലും ക്രിയാറ്റിൻ കൂടുന്ന കണ്ടീഷനിൽ ഉപയോഗിക്കുന്നതാണല്ലോ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനുപരി ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള, കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാർഡിയാക് പ്രശ്നങ്ങളോട് കോമ്പൻസേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈ ലെവൽ മൾട്ടി ലെവൽ ഫെയിലുവറിന്റെ എൻഡ് റിസൾട്ടിൽ പേഷ്യന്റ് മരിച്ചു പോകുന്ന അവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ്. അത് വെറുതെ ആവശ്യമില്ല, നമ്മൾ കൊടുക്കരുത്. ഇപ്പൊ കൊഫിനം, ഈ ഹീൽസെറം ഒക്കെ ഒരു ടെർമിനൽ സ്റ്റേജ് ഓഫ് ഡിസീസ് ട്രീറ്റ് ചെയ്യാനുള്ള വലിയ നല്ല വെപ്പൺസാണ്. Then Liatis piccata, edema due to liver and spleen, kidney diseases, anuria with suppressed urine. നമ്മുടെ സിഞ്ചിബറിന്റെ അവസാനം പറയുന്നുണ്ട് സീസേഷൻ ഓഫ് റീനൽ ഫങ്ഷൻസ്. അപ്പൊ സിഞ്ചിബർ പോലെ നമുക്ക് ലിയാറ്റിസ് പിക്കറ്റ യൂസ് ചെയ്യാവുന്ന ഒരു മെഡിസിൻ ആണ്. അതിന് മറ്റേ പോലുള്ള വൈഡ് റേഞ്ച് ഓഫ് പതോളജി ഒന്നും ഇല്ല, പക്ഷെ നീരുണ്ടാകും, ലിവർ, സ്പ്ലീന്, കിഡ്നി ഡിസീസ് വിത്ത് അനോറിയ ആൻഡ് സപ്രസ്ഡ് യൂറിൻ. എപ്പിസ്മില്ലിന്റെ ഒരു വേറെ എപ്പിസ്മിൽ സൈക്കോട്ടിക് ആണ്, ഇത് ഒരു സോറോ സിബിലിറ്റിക് മെഡിസിൻ ആണ് ലിയാറ്റിസ് പിക്കാറ്റ. അനാസർക്ക ഡ്യൂ ടു കാർഡിയാക് ആൻഡ് റീനൽ ഡിസീസസ്. ഇപ്പൊ ജനറൽ എഡിമ, കാർഡിയാക് റീനൽ ഡിസീസിൽ ഡയോട്ടിക്സ് അലോപ്പതി കൊടുത്തിരിക്കുന്നവർ നമ്മുടെ അടുത്ത് വന്നാൽ നമുക്ക് ഈ ലിയാറ്റിസ് പിക്കാറ്റ കൊടുത്തിട്ട് മറ്റത് ഗ്രാജുവലി കുറക്കാൻ പറ്റും. ദെൻ അടുത്തതായിട്ടുള്ള റെയർ മെഡിസിൻ ആണ് നൈട്രിസ്പിരിറ്റസ് ഡൾസിസ്. ഇതെല്ലാം ബോർഗിലുള്ള മരുന്നുകളാണ് കേട്ടോ, നമ്മൾ അല്ലാതെ എങ്ങെന്നും റെയറായിട്ട് കൊണ്ടുവന്ന് നിങ്ങളെ വരട്ടാൻ വേണ്ടി പറയുന്നതല്ല. നൈട്രിസ്പിരിറ്റസ് ഡൾസിസ്, അക്യൂട്ട് നെഫ്രൈറ്റിസ് ഡ്യൂ ടു സ്കാറിന്, ഇപ്പൊ ഏതെങ്കിലും മെനിഞ്ചൈറ്റിസോ അല്ലെങ്കിൽ സ്കാർലറ്റ് ഫീവറോ മീസൽസോ ഈവൻ ചിക്കൻ പോക്സോ അങ്ങനെ വന്നിട്ട് ഇൻഫെക്ഷൻ ഡിസീസിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന അക്യൂട്ട് നെഫ്രൈറ്റിസ് വിത്ത്
യൂറിനകത്ത് ആൽബിൻ കൂടുക, RBC ഉണ്ടാകുക, ഇഡിമ ഉണ്ടാകുക. ആ കണ്ടീഷനിൽ ഒരു പോസ്റ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ എഫക്റ്റ് ആയിട്ട് വരുന്ന കണ്ടീഷൻസിൽ ഡിജിറ്റാലിസ് പോലുള്ള മെഡിസിന്റെ കൂടെ നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു മെഡിസിനാണ് നൈട്രി സ്പിരിറ്റസ് ഡൾസിസ്, NITRI SPI RI TUS ഡൾസിസ്. 3 to 4 ഡ്രോപ്സേ പറഞ്ഞിട്ടുള്ളൂ, 4 to 5 ടൈംസ്. പിന്നെ അത് ടിഞ്ചർ സൊലാനനാഗ്രം സാർ ടിഞ്ചർ ആണോ സാർ? ടിഞ്ചർ ആണോ? അല്ലല്ല 30 ആണ്, 30 3C. സൊളാനനാഗ്രത്തിനകത്ത് പറയുന്ന സാധാരണ ലിവർ ക്യാൻസറിൽ എപ്പറ്റോ കാർസിനോമയില് HCCയിൽ നമുക്ക് ഇടിയമായി കൊടുക്കാവുന്ന ഒരു സാധനമാണ് സൊളാനനാഗ്രം. സാധാരണഗതിയിൽ സൊളാനനാഗ്രം നമ്മൾ ചിയോനാന്തസിന്റെ ഒക്കെ കൂടെ കൊടുക്കുന്നുണ്ട് കോമൺ ആയിട്ട്. ഇപ്പം നീര് കണ്ടിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. സൊളാനനാഗ്രം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ലെറ്റസ് എപ്പിസോപ്പോസൈനൊന്നും വേറെ ചിന്തിക്കാതെ നമുക്ക് ആദ്യത്തെ ഒരു ഫസ്റ്റ് 2 weeks അതിനകത്ത് നിന്ന് വാച്ച് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പം ഏതാണ്ട് 10:30 ഹോമിയോപ്പതി ഡയബറ്റിക്സിന്റെ ഇപ്പൊ നമ്മൾക്ക് അറിയാവുന്ന ഒത്തിരി മെഡിസിൻസ് ആയല്ലോ മൊത്തത്തില്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 5-10 മരുന്ന് വളരെ എഫക്റ്റീവായിട്ട് സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാനും ഒരുവിധം നമുക്ക് റെപ്പറ്റേഷൻ ഉണ്ടാക്കിയിട്ട് പേഷ്യൻസിനെ കുറെ കാലം കൂടി സർവൈവ് ചെയ്യിക്കാനും പറ്റുന്നതാണ്. അപ്പൊ അത്രയാണ് ഇന്നത്തെ കഥാകഥനം. എനി ഡൗട്ട് സോ ഫാർ? നന്ദി സാറേ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഇന്നത്തെ അതെ ക്ലാസ്സിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പിന്നെ ഹാൻഡ് റൈസ് ഞാൻ ഈ പറഞ്ഞ മരുന്നിന്റെ സ്പെല്ലിങ്ങോ അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷനോ ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം, ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി. നമുക്കിനി 8 മിനിറ്റേ ഉള്ളൂ. എത്രയും വേഗം ഹാൻഡ് റൈസ് ചെയ്യണം. ഓർക്കിലുണ്ടെന്നല്ലേ സാർ പറഞ്ഞേ? അപ്പം അഥവാ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത് വെച്ച് നോക്കാന്ന് പറഞ്ഞിരിക്കും. സാർ ചിലതൊക്കെ അല്ലെ, ചിലത് ക്ലിയർ ആയില്ലല്ലോ സാർ ആണോ? നേരത്തേക്ക്. അപ്പൊ ഒന്നുകൂടെ അതെ, പറഞ്ഞോ. അപ്പോഴും അല്ല സാറ് ബോറിക്കിലുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് അപ്പോഴും അതെ അതൊക്കെ എടുത്ത് വെച്ച് നോക്കാന്ന് പറഞ്ഞിരിക്കുക. അതെ ഒന്ന് അക്വണൈറ്റം ഫെറോക്സ്, ഫസ്റ്റ്. ഒന്ന് NEMOP SAS കാലിഫോർണിയ, അനിമോപ്സിസ് കാലിഫോർണിയ, MOP. MOP SAS കാലിഫോർണിയ, ആ അറേലിയ ഹിസ്പീഡിയ, അറേലിയ ഹിസ്പീഡിയാണോ? HISPI. HIS. അറേലിയ റെസമോസ അല്ല, അറേലിയ HISPIDIA. HIS അതിപ്പോ കറക്റ്റ് ആയി. അടുത്തത് അർജന്റം ഫോസ്ഫോറിക്കം. ആർജന്റം ഫോസ്ഫോറിക്കും. പിന്നെ കഫിനം. അതൊന്നുകൂടെ കഫിന അല്ലേ? സെറം. ഇപ്പം പറഞ്ഞ ഒന്നുകൂടെ പറയാം സാർ. EANUM. കഫിനം. CAFFEINUM. പിന്നെ സെറം ആംഗുലെ ആണല്ലോ, അയിൽ സെറം. പിന്നെ ILEX അക്യുഫോളിയം. Then Liatris piccata. ILEX അക്യുഫോളിയം. Nephritis and edema due to gout. അതാണ് അതിന്റെ പറഞ്ഞായിരുന്നു. ILEX അക്യുഫോളിയം. എന്തിനാ ഗൗട്ട്? അത് ഗൗട്ട് വന്നിട്ട്, ആർത്രൈറ്റിസ് വന്നിട്ട്, കിഡ്നി ഫെയിലുവർ ഉണ്ടാകുക ഡ്യൂ ടു ദ എക്സസീവ് യൂസ് ഓഫ് മെഡിസിൻസ്. മോഡേൺ മെഡിസിനിൽ ഏതെങ്കിലുമൊക്കെ മരുന്ന് പ്രൊലോങ്ഡ് ആയിട്ട് വന്നിട്ട് നെഫ്രൈറ്റിസ് വന്ന് ആൽബുമിനൂറിയ ഉണ്ടാകുന്ന കാര്യത്തിൽ ഇടിമായും വരുമ്പോൾ
നമ്മുടെ സ്റ്റിക്റ്റ പൾമോൺസ്, ബെൻസോ, ഞങ്ങളതിന് കൊടുക്കുന്നത് ഈ മരുന്നിന്റെ കൂടെ സാധാരണ കൊടുക്കുന്നത് അമോണിയം ബെൻസോയിക്കം ആണ്. ബെൻസോയിക് ആസിഡിനേക്കാൾ ഫാർ 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 ബെറ്റർ ആണ് ഗൗട്ട് ആൻഡ് ആർത്രൈറ്റിസ് വിത്ത് ആൽബമിനൂറിയ. ഭയങ്കര എഫക്റ്റീവായിട്ട് നീരും കുറയും, ആൽബമിനും കുറയും അമോണിയം ബെൻസോയിക്കം. പിന്നെ ലിയാട്രിസ് പിക്കേറ്റ, ലിവറും സ്പ്ലീനും കിഡ്നി അനൂറിയ ആൻഡ് സപ്രഷൻ ഓഫ് യൂറിൻ. പിന്നെ നൈട്രി സ്പിരിറ്റുവസ് ഡൾസിസ്, NITRISPI RITUSDULCIS. അത് ഇൻഫെക്ഷ്യസ് ഡിസീസിന് ശേഷം വരുന്ന കിഡ്നി ഡിസീസ്. അതെ 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 അതെ. ദെൻ സുളാനനായകരം വിത്ത് ലിവർ ക്യാൻസർ. അതെ. ഇപ്പൊ ഡയൂറിറ്റിക്സ് എല്ലാം ആയെന്ന് എല്ലാം കഴിഞ്ഞോ സാറേ? എന്ന് പറയാൻ പറ്റുമോ? അതെ ആ നമുക്ക് അത്യാവശ്യമുള്ള ഇപ്പൊ ഒരു മൾട്ടിപതോളജിക്കൽ നമ്മള് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കണ്ടുപിടിച്ച് കൊടുക്കുന്നതിന്റെ കൂടെ നമുക്ക് കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് പലപ്പോഴും എഡിമയായിരിക്കുമല്ലോ. നീര് കുറയാതെ വരുമ്പോൾ പേഷ്യന്റ് നമ്മൾ ഇട്ടേച്ച് പോകും, ഇല്ലെങ്കിൽ വിഷമകരമാകും. മറ്റവരും അത് ഡയോട്ടിക്സ് കുത്തിവെച്ചിട്ടൊക്കെയാണ് കുറച്ച് തൽക്കാലം ഒപ്പിച്ചൊക്കെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത്. പേഷ്യന്റ് ഈസ് ദ നൗ ബെറ്റർ സ്റ്റേബിൾ എന്നൊക്കെ എഴുതിയിട്ട് അങ്ങ് ഡിസ്ചാർജ് ചെയ്യുകയാണ്. അവർക്കും അറിയാം പിന്നെ ഉണ്ടാകുമെന്ന്. അപ്പൊ അതിനകത്തൊക്കെ കുറച്ചുകൂടെ നമുക്ക് കോൺഫിഡൻറ്റോട് കൂടിയിട്ട് പേഷ്യന്റിനെ എടുക്കാനും ചികിത്സിക്കാനും ഒക്കെ ഉള്ള ഒരു പിൻബലം ഇത്തരം മെഡിസിൻസ് കൊണ്ട് കിട്ടും. അങ്ങനെയാണ് നമ്മളൊക്കെ പിടിച്ച് പോകേണ്ടത് ഇങ്ങനത്തെ കേസസിൽ. ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ഇന്ന് അങ്ങനെ വലിയ ആർക്കെങ്കിലും സംശയങ്ങളൊന്നും സംശയിച്ചു ഉള്ളതായിട്ട് തോന്നുന്നു. സലീംകുമാർ ഡോക്ടർ. സലീംകുമാറെ, എന്തുണ്ട് പുതിയ കാര്യം വല്ലതും ഉണ്ടാ? സലീംകുമാർ ഡോക്ടർ നമ്മള് സാർ ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. സാറേ, നമ്മള് സാധാരണ നമ്മുടെ നാട്ടുമ്പുറത്തുകാരുടെ ഡയൂററ്റിക് ആണല്ലോ ഈ ഞെരിഞ്ഞില്. കേക്കാവോ? ഞെരിഞ്ഞില് കേക്കാം പറഞ്ഞു. ഞെരിഞ്ഞില് നമ്മുടെ ഹോമിയോപ്പത്തിനെ കൂടിയാണല്ലോ ഇപ്പൊ. പെട്ടെന്ന് പേരിന്റെ വായിൽ വരുന്നില്ല. ഹോമിയോ മെഡിസിനാണ് ഇപ്പൊ ഞെരിഞ്ഞില്. അതല്ല ഞാൻ ചോദിക്കുന്നത്, അത് ഹോമിയോപ്പതിയിലേക്ക് അതിന്റെ ഇതിലൊന്നും നമ്മൾ ഈ ഡയോട്ടിക് ആക്ഷൻ എന്ന് പലപ്പോഴും പറഞ്ഞായിട്ട് ഞാൻ വായിച്ചു. അത് അല്ലല്ല, അത് ഫില്ലാൻസിനൊരു കീഴാർന്നെല്ലി. അത് കീഴാർന്നെല്ലിയാണ്. ട്രിബുലസ് കീഴാർനെല്ലിയാണ്. അത് കീഴാർനെല്ലിയ. എന്താണ് ഈ ഞെരിഞ്ഞിലെന്തോ? ട്രിബുല ടെറസ്ട്രിസ് ആണ് നമ്മളുടെ ഞെരിഞ്ഞില്. അല്ല, അതില് നമ്മള് ഹോമിയോപ്പതിയിലേക്ക് വരുമ്പോ പലപ്പോഴും ഹോമിയോപ്പതി ആക്ഷൻ ആയുർവേദ ആക്ഷൻ പോലെ വ്യത്യാസം ഉണ്ടല്ലോ. അതാ പക്ഷേ ട്രിബുലസ് ഈ ഇമ്പോർട്ടൻസിയിലും സെവൻ കൗണ്ട് കൂടാനും പിന്നെ ഉണ്ട് കാർഡിയാക് ഇഡ്മായിൽ. അത് ഈ ഹെപ്പാറ്റിക് ഇഡ്മായില് ചില സ്റ്റേജിൽ പറയുന്നുണ്ട് WBC കുറഞ്ഞിട്ട് പ്ലേറ്റ്ലെറ്റ്സും കുറഞ്ഞ് തരത്തില് ഒരു സ്റ്റിമുലന്റ് ആയിട്ട് നമുക്ക് ട്രൈ ബുക്സിൽ. അപ്പൊ ഇതൊക്കെ കഴിച്ചിരുന്ന് ആഴ്ചയിൽ 1-2 ദിവസം സ്ഥിരമായിട്ട് കഴിച്ചോണ്ടിരുന്ന ചിലരൊക്കെ അത്യാവശ്യം 80-90 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാർ എനിക്കറിയാം. അവരൊക്കെ ഇടക്കിടക്ക് ഒരു അനുഷ്ഠാനം പോലെ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ. എന്റെ പൊന്നു ഡോക്ടറെ, എന്റെ പൊന്നു ഡോക്ടറെ, അങ്ങനെ നമ്മൾ പഠിക്കരുത്. അല്ല, അങ്ങനെ ചെയ്യണമെന്നല്ല. അല്ലല്ല, ഞാൻ അതുകൊണ്ടല്ല സാറേ, അത് ചെയ്യാനുള്ള ഹോമിയോപ്പതി വരുമ്പോഴേക്കും
ഞാൻ ഇത് പണ്ട് കണ്ടേക്കണേ ഹോമിയോ ഡോക്ടർ ആവുന്നതിന് മുമ്പുള്ള അറിവ് അല്ല വെച്ചിട്ട് ഒരു ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് അതല്ല ആ ഒരു പണ്ട് കഴിഞ്ഞ ഞാനൊരു ഹോമിയോ ഡോക്ടറുടെ യൂട്യൂബിലെ ഓൺലൈനിൽ എടുത്തപ്പോ നമ്മൾ കാണുന്നുണ്ട്. അയാള് ഹോമിയോ ഡോക്ടറാണ്, പക്ഷെ അയാള് ഹോമിയോപ്പതി ശത്രുവാണ്. അയാൾ അലോപ്പതി ആ ഒക്കെ പാസ്സായി ഇപ്പൊ പോയിട്ട് എന്നിട്ട് മറ്റേ നമ്മുടെ സിസ്റ്റം മോശമൊക്കെ അപ്പൊ അയാള് പറയണ ഇവര് ആടലോടകമൊക്കെ ജസ്റ്റ് ആടലോടകം അവനെ പേരിട്ട് നമ്മളെ കളിപ്പിക്കുക, നമുക്ക് ഇത് പിഴിഞ്ഞു കൂടി പോരെ, എങ്കിൽ പിന്നെ ഇവരുടെ അടുത്ത് പോടാം. ആ അയാള് ചോദിക്കുന്ന ചോദ്യം അപ്പൊ ആ ആ ആ. ഇത് നമ്മളെ സ്വർഗലോകത്ത് നിന്ന് കൊണ്ടുവന്നല്ലല്ലോ മരുന്നുകളൊക്കെ. ഇത് റിസോഴ്സസ് ഇവിടെയല്ലേ, ഈ ഭൂലോകത്തല്ലേ. അതെ അതെ. അതിപ്പോ ഏതായാലും അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ മോഡേൺ മെഡിസിൻ ആകത്തുള്ള കെമിക്കൽസ് മുഴുവൻ ഇല്ലേ. ഇപ്പൊ ആ അല്ല ചന്ദ്രനിൽ ഞാനത് മനുഷ്യൻ നമുക്ക് പോയെന്ന് പറയുമ്പോ ചന്ദ്രൻ അവിടെ ഉണ്ടായിട്ടല്ലേ മനുഷ്യൻ പോയത്. അല്ല ചന്ദ്രൻ അല്ല, ഞാൻ പറഞ്ഞാണ് നമ്മൾ അങ്ങനെയുള്ള ഒരു ആർഗ്യുമെന്റ്സ് ഒരിടത്തും ചെയ്യേണ്ട സാർ. കാര്യം അത് കഴിച്ചവര് ജീവിച്ചിരുന്നു എന്ന് പറയണ ഒരു കിഡ്നി മാത്രം നന്നായിട്ടിരുന്നാൽ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ആ എല്ലാത്തിനും കോൺട്രവേഴ്സി ഉണ്ട്. ഇപ്പൊ ഒത്തിരി പറയുന്നുണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് 10 ഗ്ലാസ് വെള്ളം കുടിക്കുക, പിന്നെ കാണുമ്പോഴൊക്കെ വെള്ളം കുടിക്കുക. അങ്ങനെയൊക്കെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നി പോകുന്ന വലിയൊരു വാദമുണ്ട്. കിഡ്നി പോകും. ആ അപ്പൊ ഹോമിയോപ്പതി ആക്ഷൻ എല്ലാത്തിനും ഒരു വരുമ്പോഴാണ് ലിമിറ്റേഷൻ ഉണ്ട്. അതിന് നമ്മൾ കാണുന്ന ആ ആയുർവേദിക് ആക്ഷനായിട്ട് വ്യത്യാസം കാണുന്നുണ്ട് പലപ്പോഴും. അതാ ഞാൻ ചോദിച്ചത്. അതെ, എന്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. ഒരു പ്ലേറ്റ്ലെറ്റ്സ് അതൊക്കെ കൂടി നമ്മുടെ ഈ ഹോമിയോപ്പതിയിലുള്ള വളരെ ശ്രേഷ്ഠന്മാരൊക്കെ നോക്കിയിട്ട് എന്തുകൊണ്ടോ അത് ഗുണം കിട്ടിയില്ല, അത് ഫെയിലുവർ ആയ പ്ലേറ്റ്ലെറ്റ്സ് മാത്രമേ അദ്ദേഹത്തിന് കുറവുള്ളൂ. അപ്പം ആ വരണ 12, 13, 14 ആകും, അതിനകത്ത് ബ്ലീഡ് ചെയ്യും. അങ്ങനെ പുള്ളി ഇവിടെ വന്നു. പക്ഷെ പുള്ളി നമ്മുടെ ഈ ISPH ഒക്കെ കേൾക്കുന്ന ഒരാളാണ്, ആ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബഹവന്യനായ മനുഷ്യനാണ്. അപ്പം ആ അതിനകത്ത് നമ്മൾ ഒത്തിരി സ്റ്റഡി ചെയ്തപ്പോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ കൊടുത്തത് സൾഫർ 0.1 ആണ്. ആ കാര്യം അതിന്റെ ഹൈപ്പോ ലെവൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ ഒരു ആന്റിസോർക്ക് കൊടുത്തതാ. പക്ഷെ ആ 6 മന്ത് 65, 68 കയറി നിന്നു. പിന്നെ പുള്ളിക്ക് ഒരു പനി വന്നപ്പോഴാണ് അത് കുറഞ്ഞത്. ആ അപ്പൊ ആ ഒരു കറക്ഷൻ കൊണ്ട് തന്നെ പോകുന്നതാണ്. അപ്പൊ നമ്മള് സൾഫർ വണ്ണമൊക്കെ ചാടിക്കയറി കൊടുത്തത് കുളവാക്കേണ്ട കാര്യമില്ല. ആ ശരിക്കും ആ വളരെ ഇപ്പൊ ഈ ഡോക്ടർമാരുടെ അതെ പിന്നെ ഫറൂഖ് മാസ്റ്റർ ഒക്കെ പറയുന്നത്, നമ്മൾ യു ജസ്റ്റ് ഗീവ് എ സ്റ്റിമുലേഷൻ ദ പേഷ്യന്റ് വിൽ സർവൈവ്. അപ്പൊ അതിനുള്ള ഒരു സഹിഷ്ണുത അയ്യോ. സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണം. ഒരു 30 ഒരു ഡോസ് കൊടുത്തിട്ട് കുറച്ചു നേരം ഇരുന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തെ മരുന്ന് അത് മതിയാകുന്ന. അപ്പൊ അത്രയും ഡെപ്തിൽ നമ്മൾ ആ പഠിക്കുന്നില്ല, നമുക്ക് അതുകൊണ്ട് കോൺഫിഡൻസ് ഇല്ല. ആ ഏതായാലും ഈ അല്ല ഇപ്പൊ ക്യാൻസർ സെമിനാറിനും ഒക്കെ പല നന്മകൾ ചെയ്യുന്ന ഡോക്ടർമാരുടെ ഒക്കെ ഡോസുകൾ 6C, 3C ഒക്കെയാ. ആ അത് ശരിക്കും ശരിയാ. ഈ അതുകൊണ്ടാണ് നമ്മള് ജീവാനാന്ദ സ്റ്റിഞ്ചർ എന്നൊക്കെ പറഞ്ഞ് 10 തുള്ളി 4 നേരം 5 നേരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയില് കോളിലിത്തിയാസിസില് ജീവാനാന്ദസ് 6Cയില് ഭയങ്കര ആക്ഷനാണ്. ആ ഭയങ്കര ആക്ഷനാ. ഒരു 5 ഡ്രോപ്സ് 3 ടൈംസ് ഡെയിലി കൊടുക്കുക. പിന്നെ കൊളസ്ട്രോൾ 0.3 ആണ് നമ്മൾ കൊടുക്കുന്നത് ട്വിസ് ഡെയിലി. ഒരു തൂജ 200 ഒക്കേഷനിൽ. ഓക്കെ. ചില കേസസിൽ മാത്രമേ ഈ ശരിക്കും ഒരു കാൽസ്യം ഓക്സലേറ്റ് കോമ്പിനേഷൻ ഉള്ളവരിൽ ഈ സാധാരണ നമ്മുടെ ബെർബറീസ് ലൈക്ക് പൊടിയോഗത്തിനുപരി കാൽക്കേറിയ ഓക്സലേറ്റ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. നല്ല ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട് സ്റ്റോണിൽ. കാര്യം കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺ ആണെങ്കിൽ, കാര്യം കാൽക്കേറിയ റീനാലിസിന് ആക്ഷൻ ഉണ്ടെങ്കിൽ ഇതിനും ഇല്ലേ. അപ്പം അതുപോലെ തന്നെ ഒരു പതോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ലോജിക് ആയിട്ടുള്ള ഒരു ചിന്തകൾക്ക് വളരെ പ്രസക്തി ഉണ്ട് ക്യാൻസറിൽ പോലും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫ്ലൂറിക്കോ എന്നൊക്കെ പറഞ്ഞ ആ കോമ്പിനേഷൻ ബോൺ ക്യാൻസറിൽ സാർക്കോമയിലൊക്കെ മാസങ്ങളോളം വർഷങ്ങളോളം ആയിട്ട് ആ മെഡിസിന്റെ ഇതിനകത്ത് പേഷ്യന്റ് സുഖമായിട്ട് പോകും. ക്യൂർ ആയിട്ടുണ്ടെന്ന് അറിയാൻ പെറ്റ് സ്കാൻ സമയം എടുക്കണം. പലവരും 10-24,000 രൂപ കൊടുക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പേഷ്യന്റ് അപ്പോള് നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കുന്നവരും കൂടുതൽ നമ്മുടെ സാത്വികത്വം വരിക, മനസ്സിന്റെ കനം കുറയ്ക്കുക, കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് അപ്രോച്ച് ആക്കുക,
ചിന്തകൾക്ക് ഒത്തിരി ഘനം കുറച്ചിട്ട് ആ പേഷ്യന്റിന്റെ മാനസിക ശാരീരിക ഡിസീസ് അവസ്ഥയിലോട്ട് വളരെ മൈൽഡായിട്ട് എൻട്രി ചെയ്യുമ്പം കിട്ടുന്ന ഒരു അത്ഭുതങ്ങള് കുറച്ചൊക്കെ അനുഭവിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പം ഓക്കെ അറിയാമോ? അല്ല, ശൈല ഡോക്ടർ പറഞ്ഞ സലിംകുമാർ ഡോക്ടറെ നന്ദി പറയാനായിട്ട്. സലിംകുമാർ ഡോക്ടറെ, ഹലോ, ഭദ്രൻജിയൊക്കെ മിണ്ടുന്നില്ലല്ലോ. വല്ലതും ഉണ്ടോ ക്ലൂ തരാൻ? പോയാ? ഇതിൽ കൂടുതൽ എന്ത് ക്ലൂവാ സാറേ തരാനുള്ളത്? സാറിന്റെ ഗ്രൂപ്പ് എല്ലാം കിട്ടുമെന്ന് ഞാൻ ആ നോക്കുകയായിരുന്നു. ദാണ്ടേ ഭദ്രൻ ഡോക്ടർ അല്ല, സംസാരിക്കുന്നു. ആയിക്കോട്ടെ. എന്നാലും അതിനൊരു റെസ്പോൺസ് വരുമ്പോഴാണല്ലോ ഭദ്രൻ നമുക്കൊരു സുഖം. ഇല്ലെങ്കിൽ ഈ വൺ മാൻ ഷോ പോലെ കഥാപ്രസംഗം നടത്തി പോയിട്ട് കാര്യമില്ല. ഭദ്രൻ ഡോക്ടർക്ക് നമ്മുടെ ഒരു പറയാനുള്ളത് പാർട്ടിസിപ്പന്റ് പറഞ്ഞിട്ട് നന്ദിയും കൂടെ പറയട്ടെ. അതിനകത്തുള്ള ഒരു കോൺട്രവേഴ്സി, അല്ലെങ്കിൽ അത് കൊടുത്താൽ കൊള്ളാവുന്ന, ഇത് അതിലും നല്ലതല്ലെങ്കിൽ ഇത് കൊടുത്തപ്പോ ഇങ്ങനെ വന്നിട്ടുള്ള നമ്മുടെ ഫെയിലുവറും നമ്മുടെ ചിന്തകളിലും ഒക്കെയുള്ള കാര്യം. നമുക്ക് ഫെയിലുവർ ആയി പോയിട്ടുള്ള ഒത്തിരി കേസസിൽ ചിലപ്പോ ഇപ്പൊ പറഞ്ഞിട്ടുള്ള മരുന്ന് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഗുണം കിട്ടിയേനെ, ഇല്ലേ? അതെ, അതെ അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഗ്രാഫൈറ്റിസ് ഒക്കെ ഒരു മനസ്സാ നമ്മൾ ശപിച്ചിട്ടുണ്ട്. ഗ്രാഫൈറ്റിസിന്റെ തിയറിയിൽ കാണുന്നുള്ള സ്റ്റിക്കി ഡിസ്ചാർജ് ഒക്കെ വെച്ച് എന്തായെന്നൊക്കെ സംഭവിച്ച ഒരു 10-20 വർഷം നമ്മൾ ഗ്രാഫൈറ്റിസിലെ ആളുകളെ കുളിപ്പിച്ച് കുളമാക്കി കളഞ്ഞ അനുഭവത്തിൽ നിന്ന് ഗ്രാഫൈറ്റിസിനെ പറ്റി കൂടുതൽ പഠിച്ചു വന്നപ്പം ഗ്രാഫൈറ്റിസിന്റെ ആക്ഷൻ 60 ദിവസമാണ്. അപ്പൊ ഒരു തേർട്ടി ഒരു ഡ്രോപ്പ് ഡോസ് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്താൽ 60 ദിവസം കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാകും. ചിലപ്പോ ആ ക്രോണിക് ആയിട്ടുള്ള 10-20 വർഷമുള്ള എക്സിമ അല്ലെങ്കിൽ സോറിയാസിസ് അതുകൊണ്ട് ക്യൂർ ചെയ്യുന്ന അത്ഭുത ലോകത്തിലാണ് ഇപ്പൊ നമ്മള്. കാര്യം അങ്ങനെ നമ്മുടെ അനുഭവങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന ഫെയിലുവർ എന്താണ്, നമ്മുടെ അറിവുകൂടെ ഉണ്ടാണെന്ന് വെച്ചാല് ആധികാരികമായിട്ടുള്ള അറിയാവുന്നവരുടെ പുസ്തകം പഠിച്ചു അവരുടെ ഡോസ് നോക്കിയൊക്കെ ചെയ്യുമ്പോ സോറിയാസിസിലൊക്കെ പ്രത്യേകിച്ച് നമ്മള് ഇപ്പൊ ഞങ്ങളുടെ സായി എഡ്യൂക്കേഷനിലാണെങ്കിലും ഞങ്ങളുടെ ആശുപത്രിയിലാണെങ്കിലും ഈവൻ ക്യാമ്പിൽ പോലും ഞങ്ങള് മെറ്റീരിയൽ മെഡിക്കയുടെ ഓരോ മെഡിസിന്റെയും സൈഡും ഡ്യൂറേഷനും ആക്ഷനും പ്രിന്റ് ചെയ്ത് വെച്ചോണ്ടാ ട്രീറ്റ് ചെയ്യണം. കാര്യം ഒരു ഡോസ് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് അത് അൺവാണ്ടഡ് ആയിട്ടുള്ള റിപ്പീറ്റേഷൻ ഒഴിവാക്കി കിട്ടുമ്പോൾ ക്യൂർ ന്യൂ ജനറേഷൻ ഡോക്ടർമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുക. എല്ലാ ഡോക്ടർമാരും ഒരു കോപ്പി കൊടുത്തിട്ടുണ്ട്. എല്ലാരും ഇപ്പൊ അത് അഡാപ്റ്റ് ചെയ്യുക. അതിന്റെ റിസൾട്ട് അത്ഭുതകരമാണ്. ഒന്നാമത് ആവശ്യമില്ലാത്ത മെഡിസിൻ യൂസ്, 2 നമുക്ക് മെഡിസിനകത്തുള്ള കോൺഫിഡൻസ്, 3 കമ്പാരിറ്റീവ് മെഡിക്കയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉത്തേജനം. അപ്പം നമ്മളുടെ ഒരു 50 വർഷത്തെ സർവീസിൽ കിട്ടിയ അനുഭവങ്ങളും ദോഷങ്ങളും ഗുണങ്ങളുമാണ് ഞാൻ പങ്കുവച്ചത്. നന്ദി സാറേ. ഭദ്രൻ ഡോക്ടർ സാറിന് ഒരു നന്ദി കൂടെ പറയണേ. നമുക്ക് 10 മിനിറ്റ് കൂടെ ആയി. സാറ് നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു നടത്തിയത്. നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്ത മെഡിസിൻസ് പലതും പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി അക്കോണൈറ്റ്, അത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, എന്റെ ഇല്ല അക്കോണൈറ്റ് ഫ്രോക്സ്. അപ്പൊ അങ്ങനെ ആ ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു വഴിമരുന്നുള്ള സാർ ഇട്ട് തന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. മേലിലും നമുക്ക് ഇത് കണക്കുള്ള നല്ല പ്രസന്റേഷൻസ് ഉണ്ടാകണമെന്നും നമുക്ക് പുതിയ ഐഡിയാസും എക്സ്പീരിയൻസും ഷെയർ ചെയ്യണമെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഇന്നത്തെ ഈ പ്രസന്റേഷന് IFPHന്റെ പേരിലും ഈ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും എന്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നന്ദിയും കൃതജ്ഞതയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി ഭദ്രൻ ഡോക്ടർ. എന്തായാലും നമുക്ക് ഗുഡ് നൈറ്റ്. ഇന്നും നല്ലൊരു ക്ലാസ് സാറിൽ നിന്ന് ലഭിച്ചു. ഇനിയും ഇതുപോലെ വളരെയധികം പ്രയോജനമുള്ള ക്ലാസ്സുകളുമായിട്ട് സാർ വീണ്ടും എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ 2025 പ്രതിദിന സൂം വെബിനാർ വളരെയധികം വിജയകരമായി തീർന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.